ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ദി പോഡ്കാസ്റ്റ്. അല്ലെങ്കിൽ പുതിയതായിട്ട് വേണമെങ്കിൽ വെൽക്കം ടു ദി പോഡ്കാസ്റ്റ്. സോ എന്താണ് ശ്രീസ് പോഡ്കാസ്റ്റ് എന്ന് അറിയാത്തവർക്ക് ജസ്റ്റ് ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ പറഞ്ഞാൽ, വി ഡിസ്കസ് ഐഡിയാസ്, തിയറീസ്, ഏൻഷ്യൻ സിവിലൈസേഷൻ, ടെക്നോളജീസ്, അങ്ങനത്തെ ചിലവർക്ക് എന്താ പറയുക അബ്സ്ക്യൂർഡ് അല്ലെങ്കിൽ ഓബ്വിയസ്ലി മനസ്സിലാവാത്ത ഐഡിയാസ് നമ്മളിവിടെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ ശ്രമിക്കും. ചിലവർക്ക് അബ്സേർഡ് ആയിട്ടുള്ള ഏലിയൻ ആയിട്ടുള്ള ഐഡിയകൾ ഞങ്ങളിവിടെ ഡിസ്കസ് ചെയ്യും. സോ വാട്ട് ഡു യു തിങ്ക് ശ്രീസ് പോഡ്കാസ്റ്റ് ഒരു 10 സെക്കൻഡ് ഇൻട്രൊഡക്ഷൻ കൊടുക്കുവാണെങ്കിൽ? മീഡിയ നിങ്ങളിൽ നിന്ന് എന്തൊക്കെ മറയ്ക്കാൻ നോക്കുന്നു അത് നമ്മളിവിടെ നിന്നിരുന്ന് പച്ചയ്ക്ക് പറയും. നമുക്ക് പോഡ്കാസ്റ്റുകൾക്ക് റിപ്പോർട്ട് ധാരാളം കിട്ടാറുണ്ട്, ബട്ട് ഇറ്റ്സ് ഓക്കെ. അതുപോലെ തന്നെ ഇതിന് മുന്നേ ഇട്ട ഒരു ഇറാനെ പറ്റി, പേർഷ്യ എങ്ങനെ ഇറാനായി, സൊറാസ്ട്രിയനിസം എങ്ങനെ ഇസ്ലാമായി എന്ന് പറയുന്ന വീഡിയോയ്ക്ക് ഭയങ്കരമായ ഹേറ്റ് വന്നു. ബട്ട് കമൻസിൽ നമുക്ക് ഒരു കാര്യം ശ്രദ്ധിച്ചാൽ, ലോട്ട് ഓഫ് പീപ്പിൾ വെർ കമൻറ്റിങ് എനിക്കിത് ഇഷ്ടപ്പെട്ടില്ല, ഇത് നന്നായില്ല, അതാ. പക്ഷെ നോബഡി ക്യാൻ കമന്റ് ഇത് തെറ്റാണെന്ന്. ഫാക്ട്സ് ആണ് ഞങ്ങൾ ചില ഫാക്ട്സ്, സത്യം എപ്പോഴും വൃത്തികേടായിരിക്കും. അപ്പോൾ പച്ചയായ സത്യം പറയുമ്പോൾ അതെല്ലാവർക്കും പിടിക്കണമെന്നില്ല. വി അക്നോളജ് ദാറ്റ്. നമുക്കത് കള്ളമായിട്ട് പറയാൻ പറ്റത്തില്ല. നമ്മളൊരു ടോപ്പിക്ക് ചെയ്യുവാണെങ്കിൽ അതിലെന്തൊക്കെയാണെന്ന് നമ്മൾ പറയും, അല്ലെ പിന്നെ നമ്മൾ ചെയ്യാതിരിക്കണം. നമ്മളൊരു സാധനം എടുത്തിട്ട് അതിനെപ്പറ്റി ഷുഗർ കോട്ട് ചെയ്യില്ല. ഇത് ടി വി അല്ല, നമ്മളപ്പോൾ പറയുവാണെങ്കിൽ പറയും, ഇല്ലെങ്കിൽ നമ്മളത് സ്കിപ്പ് ചെയ്യും. അപ്പം അങ്ങനെയുള്ള ചാനലാണ് പോഡ്കാസ്റ്റ്. അതുപോലെ തന്നെ ഇന്നത്തെ ചാനലിൻ്റെ തമിഴിൽ കണ്ടതുപോലെ ആദ്യമേ പറയാനുള്ള കാര്യം, ഈ വീഡിയോ ഡിലീറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. ഇത് ഡിലീറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താ പറയുക, ഞങ്ങളുടെ ഈ ഐഡിയാസ് അല്ലെങ്കിൽ തമിഴിനെ പറ്റി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല, കുറച്ച് ഗ്രാഫിക് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. അത്ര ക്യൂട്ട് സാധനങ്ങളല്ല അതിനകത്ത്. നമുക്ക് എന്താ പറയുന്നത്, കുഞ്ഞുങ്ങളാണ് കാണുന്നത്. നിങ്ങളുടെ അമ്മമാരുടെ കൂടെയോ അച്ഛന്മാരുടെ കൂടെയോ കുഞ്ഞുങ്ങൾ ഈ പോഡ്കാസ്റ്റ് കാണുന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യുക. സ്കിപ്പ് ചെയ്യുന്ന വെച്ചാൽ വീഡിയോ സ്കിപ്പ് ചെയ്തേക്കുക, കുഞ്ഞുങ്ങളെ കാണിക്കാനുള്ളതല്ല. അതുപോലെ തന്നെ നിങ്ങൾ ഒരു രീതിയിലും ഒരു കാരണവശാലും നിങ്ങളെ ഒന്നിനും എൻകറേജ് ചെയ്യാനോ ഒന്നിനും എൻകറേജ് ചെയ്യാതിരിക്കാനോ അല്ല. സത്യസന്ധമായ പഠനങ്ങൾ, ന്യൂറോളജിക്കൽ സത്യങ്ങൾ, നമ്മളത് സയൻസ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള കേട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ ഇത് കേൾക്കണ്ട എന്ന് തോന്നിയാൽ ഫീൽ ഫ്രീ ടു ക്വിറ്റ്. അതേപോലെ നോട്ട് ഈ നമുക്ക് എപ്സ്റ്റീൻ ഫയൽസിനകത്തുള്ള ഇമേജസ് ഒക്കെ ആഡ് ചെയ്ത് ബാൻ കിട്ടും? ഇല്ല, ഇമേജസ് ആഡ് ചെയ്ത ബാൻ കിട്ടില്ല. നമ്മൾ കുറെയൊക്കെ ഇമേജ് ആഡ് ചെയ്യും, പക്ഷെ ബാൻ കിട്ടാൻ ചാൻസ് ഉള്ള സാധനങ്ങൾ നമ്മളെടുത്ത് കളയും. അപ്പോൾ കുഞ്ഞുങ്ങളാണെങ്കിൽ ഇത് കാണിക്കരുത്, നിങ്ങൾ മുതിർന്നവർ കണ്ടാൽ മതി. ഓക്കെ, അപ്പോൾ അതിലേക്ക് കടക്കുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് വേൾഡ് ന്യൂസിലേക്ക് പോവാം. എന്തൊക്കെയാണ് നടക്കുന്നതെന്നൊക്കെ നമുക്ക് അറിയണ്ടേ. അപ്പോൾ ട്രംപിൻ്റെ ഒരു പുതിയ ന്യൂസ് വന്നു. കഴിഞ്ഞ വർഷം 2026 5 നോബൽ പീസ് പ്രൈസിൻ്റെ ലാസ്റ്റ് ഫൈനൽ കണ്ടസ്റ്റൻ്റ് ആയിരുന്നു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ജസ്റ്റ് മിസ്സിനാണ് പുള്ളിക്ക് നോബൽ പ്രൈസ് മിസ്സായത്. അത് ഭയങ്കര പ്രശ്നമൊക്കെ ആയി. പക്ഷെ പുള്ളിക്ക് ഈ വട്ടം പുതിയൊരു പദവിയുള്ള പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് US പ്രസിഡന്റ് ഇൻ അമേരിക്കൻ ഹിസ്റ്ററി. 10 മാസത്തിൽ 7 രാജ്യം ബോംബിട്ടു. 7 കൺട്രീസ് പുള്ളി 10 മാസം കൊണ്ട് ബോംബിട്ടു എന്ന് പറയുന്ന ഫസ്റ്റ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്ന് പറഞ്ഞ് നമുക്ക് പ്രൈസ് കിട്ടിയിട്ടുണ്ട്. അതൊരു റെക്കോർഡാണ് പുള്ളിക്ക്. സൊമാലിയ, ഇറാഖ്, യമൻ, ഇറാൻ, നൈജീരിയ, വെനസ്വേല എന്ന് പറയുന്ന 7 രാജ്യങ്ങളിൽ ബോംബിട്ടു വെറും 10 മാസം കൊണ്ട്. അപ്പോൾ അതായിരുന്നോ ഈ എന്താ പറയുന്ന ഈ നോബൽ പ്രൈസിന്റെ ക്രൈറ്റീരിയ എന്നാണ് ഞങ്ങളിപ്പോൾ ചോദിക്കുന്നത്. കാരണം പുള്ളി ലാസ്റ്റ് കണ്ടസ്റ്റന്റ് ആയിരുന്നു. അപ്പോൾ എങ്ങനെ ഇതൊക്കെ ഇയാളെയൊക്കെ അവിടെ കയറ്റി ഇരുത്തുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ പോട്ടെ, ഞാൻ ഇവിടെ ഒരു ഫ്രണ്ടുമായിട്ട് സംസാരിച്ചപ്പോൾ അവൻ പറഞ്ഞൊരു സംഭവം, എടാ അങ്ങനൊക്കെ ഒന്നും വേണ്ട, അങ്ങനൊക്കെ ഒരു നോബൽ പ്രൈസും കൂടെ വേണ്ടി ഇതിനെല്ലാം കാട്ടിക്കൂട്ടുന്നത്. ആവാം പ്രസിഡന്റ് ട്രംപ് ഒരു പ്രൈസ് കിട്ടിയാൽ പുള്ളി പൊക്കോളും. കാരണം ബില്യണയർ ഹാസ് എവറിത്തിങ്. നോബൽ പ്രൈസും കൂടെ കിട്ടുമ്പോൾ നോബൽ പ്രൈസ് കൂടെ കിട്ടിയ പിന്നെ ഹിസ്റ്ററിയിൽ അച്ചടിച്ച് കഴിഞ്ഞല്ലോ. ഹ്യൂമാനിറ്റി എന്നൊക്കെ ഉണ്ടോ അന്നെല്ലാം നോബൽ പ്രൈസ് വിന്നേഴ്സിന്റെ പേര് കാണും. പ്രസിഡന്റ്സിനെയൊക്കെ മറന്നുപോകും. കാരണം US പ്രസിഡന്റ് എന്നൊക്കെ പറഞ്ഞാലും 3-4 പേരുടെ പേരെ നമുക്കറിയത്തുള്ളൂ. അപ്പൊ അതുപോലെ തന്നെ ഇന്ത്യയിലെ അടുത്ത ന്യൂസാണ്. ഇന്ത്യയുടെ ഏവിയേഷൻ മിനിസ്റ്റർ റാം മോഹൻ നായിഡു എന്ന് പറയുന്ന ആള് അനൗൺസ്മെന്റ് നടത്തി. അടുത്ത 5 വർഷത്തിൽ 50 എയർപോർട്ടിന് അപ്രൂവൽ ആയിട്ടുണ്ട്. 50 ന്യൂ എയർപോർട്ട്സ് ഇന്ത്യയിൽ
5 വർഷത്തിനകം, 6 വർഷം 7 വർഷമൊന്നും അല്ല, 5 വർഷത്തിനകം 50 എയർപോർട്ട് ഇന്ത്യയിൽ വരികയാണ്. അപ്പോൾ എന്താ പറയുന്നത്, നിങ്ങൾ കരിയർ ഫോക്കസ് ചെയ്യുന്ന അല്ലെങ്കിൽ പൈലറ്റ് ആവണം എന്നൊക്കെ ഉള്ളവർ ഡൗട്ടിൽ നിൽക്കുവാണെങ്കിൽ പോയി അത് എടുക്കണമെന്ന് ഞാൻ പറയത്തില്ല. ദിസ് ഈസ് ആൻ ഓപ്പർച്യൂണിറ്റി. ആ ഇൻഡസ്ട്രി ബൂം ചെയ്യാം. അതെ, ആ ഇൻഡസ്ട്രി ബൂം ചെയ്യാണ്. 500 എയർപോർട്ട് വരുവാ, അല്ല 50 എയർപോർട്ട് വരുവാണെങ്കിൽ 100 കണക്കിന് ഫ്ലൈറ്റ്സ് പുതിയത് വരും. 100 കണക്കിന് ഫ്ലൈറ്റ്സ് വരുവാണെങ്കിൽ 1000 കണക്കിന് ക്രൂ മെമ്പേഴ്സിന് ആവശ്യം വരും. അപ്പോൾ അത് നിങ്ങൾ നോക്കി കരിയറിന്റെ കാര്യം നോക്കിക്കോളൂ. അതുപോലെ തന്നെ എയർ കണക്ടിവിറ്റി നമ്മുടെ രാജ്യത്ത് കുറച്ചും കൂടെ ഭയങ്കരമാവാൻ തുടങ്ങും. പിന്നെ ചൈനയിൽ എപ്സ്റ്റീൻ ഫയൽസും കാര്യങ്ങളും ഒക്കെ നമ്മൾ അമേരിക്കയിൽ നോക്കുമ്പോൾ അമേരിക്കയിലെ ഏറ്റവും വലിയൊരു സംഭവം നടന്നുകൊണ്ടിരിക്കുക എപ്സ്റ്റീൻ ഫയൽസ്. അപ്പോൾ ഈ ഫയൽ പുറത്ത് വിട്ടാൽ അവരുടെ കോൺഗ്രസ് പറഞ്ഞതാണ്, ഇപ്പോഴും പകുതിയും ഹിഡനാണ്. അപ്പോൾ അവരുടെ കോൺഗ്രസ് പറഞ്ഞതാണ് ഈ ഫയൽ പുറത്ത് വിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ വേൾഡ് സ്ട്രക്ചർ കൊളാപ്സ് ആവും, വേൾഡ് ഓർഡർ കൊളാപ്സ്, വേൾഡ് ഓർഡർ കൊളാപ്സ് ആവുന്നു എന്ന് പറഞ്ഞാൽ 15-20 പേരുടെ പീഡന കഥകൾ വെളിയിൽ വന്നാൽ ലോകം നിശ്ചലമാവുമെങ്കിൽ ലോകം നിശ്ചലമാവേണ്ടതാണ് ഈ ലോകം. പുട്ടിനതല്ലേ. അപ്പൊ അങ്ങനെ പറഞ്ഞു. അതുപോലെ പുട്ടിനും കാര്യങ്ങളും ഒക്കെ ഇതിനെ എതിർത്തപ്പോൾ ചൈനയുടെ പുതിയ ലോ വന്നിട്ടുണ്ട്, പാസ്സായിട്ടുണ്ട്. ചൈൽഡ് സെക്സ് അബ്യൂസ് എന്ന് പറഞ്ഞാൽ പീഡിപ്പിക്കുകയോ അല്ലെങ്കിൽ പീഡിപ്പിക്കാൻ ശ്രമിക്കുകയോ ചെയ്താൽ, പീഡിപ്പിക്കണം കൊല്ലണം എന്നൊന്നുമില്ല, ഒരു കുഞ്ഞിനെ കയറി അപമര്യാദയായിട്ട് സെക്ഷൽ ഇന്റൻഷനോടെ പെരുമാറിയാൽ ഡെത്ത് ബൈ പെനാൽറ്റി. ലോകത്തെ എല്ലാ രാജ്യത്തും കുഞ്ഞുങ്ങളെ സേക്രഡ് ആയിട്ട് നോക്കുമ്പോൾ അമേരിക്കയും വെസ്റ്റേൺ സിവിലൈസേഷനും അവരെ പാവകളെ പോലും ഉപയോഗിക്കുവാണ് കാമത്തിനും തിന്നാനും. അതൊക്കെ നമ്മൾ പറയുന്നുണ്ടത്. എപ്പിസോഡ് കേട്ടിരിക്കുക ഇച്ചിരി കട്ടിയാണ്. ഈവൻ ഫോർ മീ പറഞ്ഞപ്പോൾ ഞാൻ വേണ്ട. പക്ഷേ അതാ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് കേട്ടോണ്ട് പോകുമ്പോ എപ്പോഴെങ്കിലും കട്ട് ചെയ്യണം, വേറെ ഒന്നും ആലോചിക്കണ്ട, കട്ട് ചെയ്യുക, വേറെ ഏതെങ്കിലും പോഡ്കാസ്റ്റ് അല്ലെങ്കിൽ ഞങ്ങളുടെ ചാനലിൽ വേറെ ഏതെങ്കിലും കാര്യങ്ങൾ കേൾക്കുക. പക്ഷെ വേറൊരു കാര്യം പറയാം, ഞങ്ങൾ ഇവിടെ ചുമ്മാ വന്നിരിക്കുവല്ല. ഞങ്ങൾക്ക് ഇപ്പൊ ഒരു റീസൺ കിട്ടിയെങ്കിൽ വി ട്രൈ ടു സ്റ്റഡി ദ ന്യൂറോളജിക്കൽ ആൻസേഴ്സ്. ഇന്റൻഷൻ ഞങ്ങൾ നോക്കിയിട്ടാ ഇവിടെ പറയാൻ പോകുന്നത്. അതേപോലെ നമ്മുടെ എയർ ഇൻഡസ്ട്രി ഉണ്ടല്ലോ, ഫ്ലൈ, അതിനകത്ത് ഐസോ പ്രൈവറ്റ് എയർപോർട്സിനൊക്കെ അപ്രൂവൽ കൊടുത്ത് തുടങ്ങും എന്ന് കേട്ടു. അത് ഞാനൊരു ഇൻസ്റ്റാഗ്രാം ന്യൂസ് ഉണ്ട്. കാരണം ബേസിക്കലി പറയുകയാണെങ്കിൽ ഇപ്പൊ ഇംഗ്ലണ്ടിലൊക്കെ പ്രൈവറ്റ് എയർ സ്ട്രിപ്സ് ഉണ്ടല്ലോ, അതേപോലെ ഇനി കേരളത്തിലൊക്കെ വരുമായിരിക്കണം. നിങ്ങൾക്ക് ഇപ്പം തമിഴ്നാട്ടിൽ 10 ഏക്കർ സ്ഥലമൊക്കെ ഉണ്ട്, 2 കോടി രൂപ എടുത്തൊരു സെസ്നയൊക്കെ വാങ്ങിക്കാമെങ്കിൽ സ്വന്തം പേരിൽ ഒരു എയർപോർട്ടൊക്കെ ആവാം. അപ്പൊ അതൊക്കെ അടുത്ത 5 വർഷത്തിൽ ഇതെല്ലാം നടക്കും. 2 കോടി രൂപ ഒന്നും വേണ്ടി വരില്ല. പഴയ പ്ലെയിനുകൾ യൂറോപ്പിലും കാര്യങ്ങളിലും ഒക്കെ ഉള്ള പ്ലെയിനുകൾ ഇപ്പം 50-നും 60-നും 70-നും ഒക്കെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരും. മറ്റൊരു ഒരു കൊച്ചിക്കാരൻ മേടിച്ചു സ്റ്റിംഗ് TSI 1 കോടി രൂപയുള്ളൂ. അത് പുതിയത്. അതിന്റെ സെക്കൻഡ് ന്യൂസും ഒക്കെ വരും. 70 രൂപ, 50 ലക്ഷങ്ങളുടെ കണക്കാണ്. 50 ലക്ഷം 40 ലക്ഷത്തിനൊക്കെ ഫ്ലൈറ്റുകളൊക്കെ സെക്കൻഡ് ഹാൻഡും യൂസ്ഡും ഒക്കെ ഇന്ത്യൻ മാർക്കറ്റിൽ ഉടനെ വരും. ഈ എയർപോർട്ട് സംവിധാനങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇൻഡസ്ട്രി കാരണം നമ്മള് കാളവണ്ടിയിൽ നിന്ന് ബൈക്കിലേക്കായി, ബൈക്കിൽ നിന്ന് എല്ലാ ഇന്ത്യൻസും കാറിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ട്രാൻസിഷനാണ്. ഇനി കാറിൽ നിന്ന് സ്വന്തമായിട്ട് ഇപ്പോൾ എന്താ പറയുന്നത്, ഡൽഹി പോകണമെങ്കിൽ സ്വന്തം പ്ലെയിനും എടുത്ത് ലൈസൻസ് എടുത്ത് പോകാൻ പറ്റുന്ന ഒരു ഫ്യൂച്ചറാണ് വരുന്നത്. അത് നമുക്ക് എത്ര പറഞ്ഞാലും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ഞാൻ വേറെ രാജ്യങ്ങളിൽ പോയിട്ടുണ്ടോ, അത് കണ്ടിട്ടുണ്ടതും കൊണ്ട് പറയാണ്. അത് സീനാണ് ഗൈസ്. ഇമാനുവൽ മാക്രോൺ മുംബൈയിലോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പോവാണ്. ഇമാനുവൽ മാക്രോൺ ഫ്രഞ്ച് പ്രസിഡന്റ് ആണ്. നമ്മൾ ഏകദേശം 200ഓളം റഫാൽ ഫൈറ്റേഴ്സിന്റെ ഡീല് പറഞ്ഞു. അത് കഴിഞ്ഞ് മാക്രോൺ ഇന്ത്യയിൽ വന്നിട്ട് ഇന്ത്യയുടെ AI-യിലും ഇന്ത്യയുടെ ഡിഫൻസിലും അതുപോലെ തന്നെ ഇത്രയും നാള് ഇന്ത്യ അവരുടെ കയ്യിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ ഒരു പാർട്ണറാണ്. നമ്മൾ കാശ് കൊടുക്കും, സാധനങ്ങൾ വാങ്ങിക്കും. ഈ വർഷം പുള്ളി വന്നത് നമ്മളുടെ കയ്യിൽ നിന്ന് സാധനം വാങ്ങിക്കുന്ന ഡീലുകൾ ഒപ്പിടാനാണ്. ഡിഫൻസ് ഉൾപ്പെടെ അഗ്രികൾച്ചർ ഉൾപ്പെടെ പല ഡീലുകൾ അവർ സൈൻ ചെയ്യാൻ വന്നതാണ്. അതിൻ്റെയൊക്കെ വാർത്ത അടുത്ത ആഴ്ചയിൽ പറയാം. ഈ നമ്മുടെ DRDO നമ്മളെ എലീറ്റ് നേഷനിൽ കയറിയായിരുന്നു. ഫ്രാൻസ്, US, റഷ്യ, 3 രാജ്യത്തിനുള്ള ഈ സോളിഡ് ഫ്യൂവൽ റാംജെറ്റ്സ്. അതിനകത്ത് എനിക്ക് ചൈനക്കില്ല, ഇന്ത്യക്ക് അതൊരു മിസൈലിൽ ഇപ്പൊ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മളുടെ സോളിഡ് ഫ്യൂവൽ വെച്ച് നമ്മൾ പറക്കും. സോളിഡ് ഫ്യൂവൽ വെച്ച് പറക്കാൻ പഠിച്ചു കഴിഞ്ഞാലുള്ള പ്രശ്നമല്ല ഗുണമെന്ന് വെച്ചാൽ നമുക്ക് ഇനി സോളിഡ് ഫ്യൂവൽ വെച്ച് പറക്കാൻ സംഭവിച്ചാൽ നമുക്ക് ആ ഫ്യൂവൽ മാറ്റി പുതിയ എഞ്ചിൻസ് ഉണ്ടാക്കാം. സോളിഡ് ഫ്യൂവൽ എന്ന് വെച്ചാൽ നമുക്ക് തോറിയവും യുറേനിയവും വെച്ച് പഠിക്കാം. എന്ന് വെച്ചാൽ ന്യൂക്ലിയർ പവേർഡ് ഫ്ലൈറ്റ്സുകൾ നമുക്ക് ഭാവിയിൽ ഉണ്ടാക്കാൻ പറ്റും. അത് മാത്രമല്ല, സോളിഡ് ഇപ്പം മിസൈൽസിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ ലിക്വിഡിന്റെ കണക്കല്ല,
അതിനകത്ത് ഭയങ്കരമായിട്ട് എന്താ സ്ട്രക്ചറൽ സാധനങ്ങളും അതേപോലെ തന്നെ ഭയങ്കര ലോങ് ഡിസ്റ്റൻസും ഇന്ന ഏരിയയിൽ ഇത്ര ഫ്യൂവൽ ഇല്ല, അതുപോലെ ബേൺ ചെയ്യുന്ന സ്റ്റെബിലിറ്റി കുറയത്തില്ല. അതുകൊണ്ട് ഇപ്പം നമ്മുടെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടിരിക്കുന്ന റഡാറിന് 340 കിലോമീറ്റേഴ്സ് വരെ ക്യാച്ച് ചെയ്ത് എന്താ പറയാ F-22 ഒക്കെ ചെറുതായിട്ട് നോക്കിയാ അമേരിക്കയുടെ ഒപ്പം കിട്ടണ ഒരു സാധനമാണ് നമ്മുടെ റഫാലിനെന്ന് വെച്ചാൽ. അപ്പം അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഇന്ത്യക്ക് വരികയാണ്, കോമ്പിറ്റന്റ് ആണ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ പുതിയൊരു നിയമം വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും ചിലപ്പോൾ യൂസ് ആവും. എപ്പോഴും വെളിയിലൊക്കെ പോയി റെസ്റ്റോറൻറ്റ്സിലൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ ഇനിയും ഇന്ത്യയിലെ ഒരു ഹോട്ടൽസിനും സർവീസ് ചാർജ് എന്ന് പറയുന്ന സാധനം ബില്ലിൽ ആഡ് ചെയ്യാൻ ഇല്ലീഗൽ ആക്കിയിട്ടുണ്ട്. നിങ്ങൾ കഴിക്കുന്ന ഫുഡിനും നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തിനും, വെള്ളമല്ല, ഐ മീൻ ഇഫ് യു ഡ്രിങ്ക് സംതിങ്, അതിനും മാത്രമേ ചാർജ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സർവീസ് ചാർജ് എന്ന് പറഞ്ഞാൽ ചില ഹോട്ടൽസ് ഇപ്പം നമ്മൾ 300 രൂപയ്ക്ക് കഴിച്ച 20 രൂപ സർവീസ് ചാർജ് എന്നൊക്കെ പറഞ്ഞെടുക്കും. അത് ചെയ്യാൻ പാടില്ല. കാരണം നിങ്ങൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഫുഡിനാണ് പേ ചെയ്യുന്നത്, അത് ടേബിളിൽ നിന്ന് ഇവിടം വരെ കൊണ്ടുവരുന്നതിനൊരു ചാർജ്, ഫാനിനൊരു ചാർജ്, പരിപാടി ഇല്ല. അതേപോലെ ഈ മെനുവില് GST പ്രൈസ് കാണിക്കണം എന്നൊരു നിയമമുണ്ട്. കേരളത്തിൽ ആരും അത് കാണിക്കുന്നില്ല. കേരളത്തിൽ അത് പണ്ടേ KFC ആണ് നമ്മളെ പറ്റിച്ചോണ്ടിരുന്നത്. കാരണം KFC പോയി നമ്മൾ 400 രൂപയ്ക്ക് ഓർഡർ ചെയ്ത് ബില്ലടക്കാൻ നേരത്തെ 600 രൂപ. അത് പണ്ടേ ഭയങ്കര ഒരു ഇതായിരുന്നു. സോ ലെറ്റ്സ് ജംപ് ടു ദ ടോപ്പിക്. അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ട്രംപ് ഒരു ന്യൂസ്, ട്രംപ് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ന്യൂസ് വരുന്നതിനാണ് പുള്ളി പൊളിക്കുവാണ് ഗൈസ്. ട്രംപ് ചെകുത്താന്റെയും കടലിന്റെയും നടുക്കാണ് ഇപ്പോൾ നിൽക്കുന്നത്. എന്ന് വെച്ചാൽ ട്രംപിനെതിരെ ഇന്ന് ഇറാനിയൻ ഹാക്കേഴ്സ് ഒരു വാണിംഗ് കൊടുത്തു, പെന്റഗണിലേക്ക് മെസ്സേജ് അയച്ചു. ട്രംപ് ഇറാൻ അറ്റാക്ക് ചെയ്ത ട്രംപും ചൈൽഡുമായിട്ടുള്ള XXX വീഡിയോ ഇന്റർനെറ്റിൽ പരത്തുന്നു. അത് കാരണമാണ് ട്രംപ് ഇറാനെ അറ്റാക്ക് ചെയ്യാത്തതെന്നും എന്നൊക്കെ പറഞ്ഞ് കുറെ ന്യൂസ് ഒക്കെ വരുന്നുണ്ട്. എനിക്കറിയത്തില്ല, ന്യൂസ് വന്നു, ഞാൻ പറഞ്ഞു, ബാക്കിയൊക്കെ നിങ്ങളുടെ ഇതിലാണ്. അപ്പോൾ പതുക്കെ നമുക്ക് ഇന്നത്തെ ചാനലിന്റെ എപ്പിസോഡിലേക്ക് കടക്കാം. ചാപ്റ്റർ നമ്പർ 1 എന്താ പറയാ, എപ്സ്റ്റീൻ ഫയൽസ് ഡോക്യുമെന്റ്സ് എന്ന് പറഞ്ഞാൽ 2026 ജാനുവരിയിൽ ആണ് ഈ എപ്സ്റ്റീൻ ഫയൽസിനെ പറ്റി നമ്മൾ കേട്ട് തുടങ്ങുന്നത്. നമ്മളെന്ന് പറയുമ്പോൾ അധികം ഇതിനെപ്പറ്റി പോവാത്തവരും കാണാത്തവരും കേൾക്കാത്തവരും ഒക്കെ കേട്ട് തുടങ്ങുന്നത് ഈ ഒരു സംഭവത്തിനെ പറ്റി ജാനുവരിയിലാണ് കേട്ട് തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് ഇത് എന്താണ്, എങ്ങനെയാണ്, എവിടെ നിന്നാണെന്ന് പറഞ്ഞു നോക്കിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് പോവാം. അപ്പം ഈ FBI ആർക്കൈവ്സിൽ ഒരു ഫോർമർ പ്രസിഡന്റിൻ്റെ, US പ്രസിഡന്റാണ്, ഒരു ഫോർമർ പ്രസിഡന്റിൻ്റെ ഒരു ഡോക്യുമെന്റ് വന്നു. ഇതൊക്കെ അതിന് മുന്നേ നടക്കുന്ന കാര്യമാണ്. ആ ഡോക്യുമെന്റ് പറയുന്നതെന്ന് വെച്ചാൽ ആ പ്രസിഡന്റ് ഒരു സാക്രിഫിഷ്യൽ മർഡർ റിച്വൽ ആയിട്ടുള്ള, എന്ന് പറഞ്ഞാൽ ഒരു ജീവൻ വെച്ച് സാക്രിഫൈസ് ചെയ്യുന്ന ഒരു റിച്വലിന് വിറ്റ്നസ് ചെയ്യുന്നതാണ് ആ ഫയലിനകത്ത് ഉള്ള കണ്ടന്റ്. ആ സാക്രിഫൈസ് ചെയ്തത് ഒരു ചൈൽഡാണെന്നും ആ ചൈൽഡ് സാക്രിഫൈസ് ചെയ്യപ്പെട്ടത് കടലിലാണെന്നും അതൊരു യാച്ചിലാണെന്നും, യാച്ചിന്റെ പേരൊക്കെ ഹൈഡ് ചെയ്തിട്ടുണ്ട്, അത് ഒരു പ്രസിഡന്റ് ആണെന്നും പറഞ്ഞിട്ടുള്ള ഒരു ഫയലാണ് FBI ആർക്കൈവിൽ ഉള്ളത്. അപ്പോൾ ആ ഒരു ഫയല് FBI ഹൈഡ് ചെയ്തു, എന്നിട്ട് അത് ആർക്കൈവ് ചെയ്തു. ആർക്കൈവ് എന്ന് പറഞ്ഞാൽ എടുത്ത് മാറ്റി അവരുടെ ഇതിൽ വെച്ചു. ഷെൽഫി കയറ്റി. ഇതിനെപ്പറ്റി ഇതുവരെ അന്വേഷിച്ചിട്ടില്ല. ഇത് മൊത്തത്തിൽ മണ്ണടിക്ക് പോയി. പക്ഷേ ഇത് നടന്ന ഫയലുമാണ്, ഇത് ഡീക്ലാസിഫൈ ചെയ്തിട്ടില്ല. ആർക്കൈവിൽ എടുത്ത് മാറ്റി, ഇത് ഷെൽഫി കയറ്റി, ഇത് നമുക്ക് വേണ്ട, പക്ഷെ ഇതിനെ അന്വേഷിച്ചിട്ടുമില്ല. അപ്പോൾ ഇന്ന് നമ്മൾ ഈ പോഡ്കാസ്റ്റിലൂടെ അറിയാൻ പോകുന്നത് ഈ ഡോക്യുമെന്റ്സ് ഒക്കെ എവിടെയാണ്, ഈ ഡോക്യുമെന്റ്സ് ഒക്കെ ആരാണ് വെക്കുന്നത്, ഈ റിച്വൽസ് ഒക്കെ എവിടുന്ന് വന്നു, ഈ കുഞ്ഞുങ്ങളെ സാക്രിഫൈസ് ചെയ്യാന്നൊക്കെ പറഞ്ഞ റിച്വൽസ് ഒക്കെ എവിടുന്ന് വന്നു, എന്തിനാണ് ഈ റിച്വൽസ് ഉപയോഗിക്കുന്നത്, ഈ റിച്വൽസ് കൊണ്ട് എന്താണ് ഗുണം, യഥാർത്ഥത്തിൽ എന്തെങ്കിലും ഗുണമുണ്ടോ, അതുപോലെ തന്നെ എന്തിനാണ് ചിൽഡ്രനെ തന്നെ ഈ റിച്വൽസിന് എല്ലാം ഉപയോഗിക്കുന്നത്, അതുപോലെ തന്നെ ഈ റിച്വൽസ് വർക്കാവോ അതോ എന്തെങ്കിലും വട്ടാണോ അതോ വെറുതെ എന്തെങ്കിലും പറയാണോ, ഇതിനകത്ത് സയൻസ് ഉണ്ടോ, സയൻസ് ഉണ്ടെങ്കിൽ സയൻസ് എന്ത് എന്ന് പറയുന്ന പോഡ്കാസ്റ്റ് ആയിരിക്കും ഇത്. അപ്പോൾ ഈ പോഡ്കാസ്റ്റിൽ ഞങ്ങൾ നേരത്തെയും പറഞ്ഞ പോലെ ഒന്നും കൂടെ ഓൺ ചെയ്യാണ്. ചിൽഡ്രൻ്റെ കാര്യങ്ങൾ വരും, സാക്രിഫൈസ് വരും, റിച്വൽസ് വരും, നിങ്ങൾക്ക് ദഹിക്കാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങൾ വരും. അപ്പോൾ ഇത്രയും പറഞ്ഞിട്ടും നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ വാച്ചിങ്, ഇല്ലെങ്കിൽ ഓക്കെ. ഞങ്ങൾ ഇത്രയും വാർണിംഗ് പറഞ്ഞാലും ഐ തിങ്ക് this is happening in real world. ചെയ്തേ പറ്റൂ. നിങ്ങളൊരു അഡൾട്ട് ആയിട്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ you have to know how cruel the world is. ആൻഡ് ഇത് ഞങ്ങൾക്ക് കിട്ടിയ ഡേറ്റാസും ഇൻഫർമേഷനും ഒക്കെ ഞങ്ങൾ അത്യാവശ്യം ആക്യുറേറ്റ് ആയിട്ട് തന്നെ എടുത്തേക്കുന്നത്.
ആക്യുറേറ്റ് എന്ന് പറഞ്ഞാൽ ഈ പോഡ്കാസ്റ്റിലെ എല്ലാ ഡോക്യുമെന്റ്സും എല്ലാ ഫോട്ടോസും ഫെഡറൽ ലോ എൻഫോഴ്സ്മെന്റ് റിലീസ് ചെയ്ത ഫോട്ടോസും ഡോക്യുമെന്റ്സും കഥയും മാത്രമേ നമ്മൾ പറയത്തുള്ളൂ. നമ്മൾ ഇവിടെ ഇരുന്ന് കുക്ക് ഉണ്ടാക്കുന്ന കഥകളല്ല. കോർട്ട് പ്രൊസീഡിങ്സ്, അതുപോലെ തന്നെ ഒതന്റിക്കേറ്റഡ് ആയിട്ടുള്ള ഇമെയിൽസ്, പിന്നെ ഗവൺമെന്റ് ഹിയറിങ്സ്, ഈ സാധനങ്ങൾ വെച്ചാണ് ഈ പോഡ്കാസ്റ്റ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ലെറ്റ് സ്റ്റാർട്ട്. ജാനുവരി 30, നമ്മൾ നേരത്തെ ജാനുവരി എന്ന് പറഞ്ഞ കറക്റ്റ് ഡേറ്റ് ജാനുവരി 30 ആണ് 2026. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ്, അമേരിക്കയിലെ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റിന്റെ 3 മില്യൺ പേജസ് എന്ന് പറഞ്ഞാൽ 30 ലക്ഷം പേജ് വരുന്ന ഒരു ഡോക്യുമെന്ററി എന്ന് പറഞ്ഞാൽ വീഡിയോ അല്ല, ഡോക്യുമെന്റ് റിലീസായി. അതിനകത്ത് 30 ലക്ഷം പേജും 1.8 ലക്ഷം, ഏകദേശം 2 ലക്ഷം ഫോട്ടോസും 2000 വീഡിയോസും ഉണ്ടായിരുന്നു. യുഎസിന്റെ ഹിസ്റ്ററിയിലെ ലാർജസ്റ്റ് സിംഗിൾ റിലീസാണ് ഈ നടന്നത്. ഇന്നേ വരെ ഇത്രയും വലിയ റിലീസ് യുഎസിന്റെ ഹിസ്റ്ററിയിൽ നടത്തിയിട്ടില്ല. ഇതില് ഐലൻഡിനെ പറ്റി പറയുന്നുണ്ട്, എപ്സ്റ്റീൻ ഐലൻഡിനെ പറ്റി പറയുന്നുണ്ട്, എപ്സ്റ്റീനെ പറ്റി പറയുന്നുണ്ട്, ഐലൻഡിൽ വന്നവരുടെ കാര്യം പറയുന്നുണ്ട്, പോയവരുടെ കാര്യം പറയുന്നുണ്ട്, വലിയ വലിയ ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ ഇതിൽ പറയാത്ത വേറെ കുറച്ച് എലമെന്റ്സ് ഉണ്ട്. ഒരു മീഡിയയും ഇതുവരെ അതിനെ ടച്ച് ചെയ്തിട്ടില്ല. ഒരു റീൽസ് നിങ്ങൾ അതിനെപ്പറ്റി കണ്ടിട്ടില്ല. ഒരു വാർത്തയിലും അതിനെപ്പറ്റി വന്നിട്ടില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില റിച്വൽസിനെ പറ്റി ഡോക്യുമെന്റ്സിൽ പറയുന്നുണ്ട്. റിച്വൽസ് ഇൻവോൾവിങ് ചിൽഡ്രൻ, കുട്ടികളെ ഇൻവോൾവ് ചെയ്യിപ്പിച്ചിട്ടുള്ള റിച്വൽസ്, അതിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ പറഞ്ഞു പോകുന്നത്. ഈ എപ്പിസോഡിലെ മെയിൻ ചോദ്യം എന്താന്ന് പറഞ്ഞാൽ എപ്സ്റ്റീൻ ഫയൽസ് അല്ലെങ്കിൽ ഈ റിച്വൽസ്, ആരൊക്കെ, എന്തൊക്കെ, അതല്ല ഇന്നത്തെ ചോദ്യം. ഇത് എന്തിനു ചെയ്യുന്നു? ഈ റിച്വൽസ് നമുക്ക് ഈ ആളെ കൊണ്ട്, ഈ നമ്മളുടെ ടി വിയിൽ മൊത്തം വരുന്നത് മോഡിയുണ്ട്, അല്ലെങ്കിൽ മറ്റേവനുണ്ട്, എപ്സ്റ്റീൻ ഉണ്ട്, ട്രംപ് ഉണ്ട്, പുടിനുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്, ഇതെല്ലാം കാണിക്കുന്നുണ്ട്. പക്ഷെ ഇത് എന്തിനാണെന്ന് ആരും പറയുന്നില്ല. വൈ എന്ന ചോദ്യം ആരും പറയുന്നില്ല. നമ്മൾ ഇന്ന് വൈ ആണ് പോഡ്കാസ്റ്റിൽ നമ്മുടെ മെയിൻ ക്വസ്റ്റ്യൻ വൈ ആണ്. ആ വൈ ആണ് നമ്മൾ ഇന്ന് ക്ലാസിഫൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ വൈയിൽ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ചോദിക്കണം, വൈ പ്രസിഡൻസ്? ഈ ഫയൽസിലും ഈ റിച്വൽസ് എന്ന് പറഞ്ഞാൽ നമുക്ക് മലയാളത്തിൽ മനസ്സിലാവാത്തവർക്ക് ഹോമം, അല്ലെങ്കിൽ വേറെന്ത് വാക്ക് പറയും, റിച്വൽസ്, ഹോമം ചെയ്യുന്നു, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ പ്രേതബാധ ഒഴിപ്പിക്കുന്ന ഒരു റിച്വൽ ആയിട്ട് പറയാം, അമ്പലത്തിൽ പോകുന്നത് ഒരു റിച്വൽ ആയിട്ട് പറയാം, അല്ലെങ്കിൽ വലം വെക്കുന്നത് ഒരു റിച്വൽ ആയിട്ട് പറയാം, കല്യാണം ഒരു റിച്വൽ ആയിട്ട് പറയാം. ഇതെല്ലാം റിച്വൽസ് ആണ്. അപ്പം ഇത് എന്തുകൊണ്ട് പ്രസിഡന്റുകൾ, ഏറ്റവും വെൽത്തി ആയിട്ടുള്ള ആളുകൾ, പൂജ എന്നൊക്കെ പറയാം, ഏറ്റവും വെൽത്തി ആയിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ എന്താ മിനിസ്റ്റേഴ്സ്, അല്ലെങ്കിൽ ബില്യണേഴ്സ്, ഇവരൊക്കെ എന്തിനാണ് ഇത് ചെയ്യുന്നത്? ഇവർക്ക് ഇതെല്ലാം ഉണ്ടല്ലോ, ഇവർക്ക് കാശുണ്ട്, പണമുണ്ട്, പ്രതാപമുണ്ട്, രാജ്യങ്ങൾ വരെയുണ്ട്, പിന്നെ ഇവരെന്തിനാണ് ഇത് ചെയ്യുന്നത്? അതൊക്കെ പറഞ്ഞു പോകുമ്പോഴാണ് നമുക്ക് മോലോക്ക് എന്ന് പറയുന്ന ഒരാളെ പറ്റിയും, അതൊരു ദൈവമാണ്, മോലോക്ക് വർഷിപ്പ് എന്താണെന്ന് പറയുന്ന പോഡ്കാസ്റ്റ് ആണ് ഇത്. അപ്പോൾ മെയിൻ ചാപ്റ്ററിലോട്ട് നമ്മൾ വരുമ്പോൾ, ചാപ്റ്ററിന്റെ പേരാണ് ദ ഗ്രിമോറി എന്ന് പറയുന്ന ഒരു വാക്ക് ഞാൻ പരിചയപ്പെടുത്തരാം. ദ ഗ്രിമോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സ്പെൽ ബുക്ക് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ഹാരി പോട്ടർ സിനിമ നമ്മളെ കണ്ടിട്ടില്ല, അതിനകത്ത് നമ്മൾ പറയും എന്താ, ഹാഫ് ബ്ലഡ് പ്രിൻസിൽ ഒരു ബുക്ക് ഉണ്ട് എന്നൊക്കെ പറയത്തില്ല. ആ ബുക്കിനകത്താണ് പുള്ളിയുടെ സീക്രട്സ്, കഥകളും സ്പെല്ലുകളെല്ലാം വെക്കുന്നത്. അപ്പൊ ആ ബുക്കിന് പറയുന്നതാണ് ഗ്രിമോർ എന്ന് പറയുന്നത്. അതൊരു മാജിക്കൽ ബുക്കാണ്. പണ്ടത്തെ കാലത്ത് ആളുകൾ ഉപയോഗിച്ചിരുന്നു പറയുന്ന ബുക്കാണ്. ഇതിനകത്ത് മാജിക് ഉണ്ട്. എന്തിന്റെ മാജിക്കാ? സ്പെല്ലുകൾ കാസ്റ്റ് ചെയ്യാനും, ഡീമൺസിനെ സമൺ ചെയ്യാനും, ഡീമൺസിനെ കൊല്ലാനും, കാറ്റാസ്ട്രോഫീസ് അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഭൂമിയിലേക്ക് കൊണ്ടുവരാനും കഴിവുള്ള ഒരു ബുക്കാണ് ഈ ഗ്രിമോറെ എന്ന് പറയുന്ന ബുക്ക്. ഈ എപ്സ്റ്റീൻ എന്ന് പറയുന്ന ആള് ഒരു ഗ്രിമോറയായിരുന്നു. എപ്സ്റ്റീൻ എന്ന് പറയുന്ന ആള് ഈ പവറുകളെല്ലാം ഉള്ള ഒരു ബുക്കായിട്ടാണ് ഞങ്ങൾ ഈ പോഡ്കാസ്റ്റിൽ പറയുന്നത്. എന്ന് പറഞ്ഞാൽ കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പേരൊന്നും കേട്ടിട്ടില്ല. നമ്മൾ റോക്ക് ചൈൽഡ് അല്ലെങ്കിൽ ബ്ലാക്ക് റോക്ക് എന്നൊക്കെ പറയുന്നതാണ് നമ്മളുടെ കേൾവിയിലും നമ്മളുടെ അന്വേഷണത്തിലും പോകുന്ന ഏറ്റവും വലിയ ഡാർക്ക് ഫോഴ്സസ്. അതൊന്നും അല്ല, ഇവരുടെ മുകളിലൊക്കെ എന്തുവാണ്, മനുഷ്യർ തന്നെയാണോ എന്ന് പോലും അറിയത്തില്ല. അതുപോലുള്ള ഡാർക്ക് ഫിഗേഴ്സ് ഉണ്ട്. അപ്പൊ അവരുടെ പോലുള്ള ആളുകളുടെ അജണ്ട മനസ്സിലാക്കാനും ചെയ്യാനും വേണ്ടി നമ്മളുടെ ഹ്യൂമൻ തലത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ടാക്സ് അടയ്ക്കുന്ന മണ്ടന്മാരുടെ കൂട്ടത്തിൽ എന്ന് വെച്ചാൽ നമ്മൾ ജീവിക്കാൻ വേണ്ടി പ്ലാനറ്റിൽ
എന്ന് പറഞ്ഞാൽ മിൽക്കി വേ ഗാലക്സിയിൽ എക്സിസ്റ്റ് ചെയ്യാൻ വേണ്ടി ടാക്സ് കൊടുക്കുന്ന ഒരേ ഒരു ജീവി നമ്മളാണ്. ദ ഡംപസ്റ്റ് ആനിമൽ എവർ. അവരുടെ ഭൂമിയിലേക്ക് വന്ന് അവർക്ക് ജോലികൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആളുകളിൽ ഒന്നാണ് ഈ എപ്സ്റ്റീൻ. ആ എപ്സ്റ്റീൻ അവരുടെ ഒരു സ്പെൽ ബുക്കാണ്. അവർ എപ്സ്റ്റീനെ ഉപയോഗിച്ച് വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും, രാജ്യങ്ങളെ പ്രശ്നത്തിലാക്കും, പ്രസിഡന്റുമാരെ മാറ്റും. ഇതെന്ത് വേണമെങ്കിലും അവർക്ക് ചെയ്യാം. അപ്പോ ഈ സാധനം എപ്സ്റ്റീൻ എന്ന് പറയുന്ന ഒരാൾക്ക് ഒരു ഐലൻഡ് ഉണ്ട്. ഐലൻഡ് എന്ന് പറഞ്ഞാൽ ഇത് എപ്സ്റ്റീൻ ഐലൻഡ് എന്നാണ് അതിനെപ്പറ്റി പറയുന്നത്. ആ ഐലൻഡ് യഥാർത്ഥത്തിൽ ഫുള്ളി ഔട്ട്സൈഡ് ദ ലോ ആണ് അവർ പ്രവർത്തിക്കുന്നത്. എന്ന് വെച്ചാൽ ബേസിക്കലി ഒരു ബില്യണയർ, അതുകൊണ്ട് ഒരു ഐലൻഡ് മേടിച്ചും കിട്ടില്ല. ഒരു ബില്യണയർ ആണ്, ഒരു പ്രൈവറ്റ് ഐലൻഡ് ആണ്. അത് മാത്രമല്ല ആ ഐലൻഡില് പല വൃത്തികേടുകളും കാര്യങ്ങളും നടക്കുന്നുണ്ടെന്നും. ആ ഐലൻഡ് അമേരിക്കൻ വിർജിനിയൻ ലാൻഡ്സിന്റെ അകത്താണ്, അമേരിക്കൻ ജൂറിസ്ഡിക്ഷനകത്ത് തന്നെയാണ്. അവിടെ ഒരു പ്രൈവറ്റ് ഐലൻഡിൽ നടക്കുവാണ്. അപ്പോൾ ഈ ഐലൻഡിനെ ഇപ്പൊ അറിയപ്പെടുന്നത് ദ ഐലൻഡ് ഓഫ് ഹൊറേഴ്സ് എന്ന് പറഞ്ഞാൽ തീവ്രതകളുടെ ഐലൻഡാണ്. ഈ ഐലൻഡിൽ ആരൊക്കെയാണ് വരുന്നതെന്ന് പോകുന്നതെന്ന് പറഞ്ഞുതരാം. സെലിബ്രിറ്റീസ്, പ്രസിഡന്റുകൾ, പവർഫുൾ ആയിട്ടുള്ള റൂളേഴ്സ്, മിനിസ്റ്റേഴ്സ്, പ്രിൻസുകൾ, കിങ്സ്, അഡ്വക്കേറ്റ്സ്, പബ്ലിക് ഫിഗേഴ്സ്, ഇതുപോലുള്ള വലിയ 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 ആളുകൾ മാത്രമേ ഐലൻഡിൽ വരത്തുള്ളൂ. ഇവരെല്ലാവരും വരുന്നത് പാർട്ടീസിന് ഇൻവൈറ്റ് ആയിട്ടാണ് വരുന്നത്. എന്ന് പറഞ്ഞാൽ പാർട്ടിയിൽ പങ്കെടുക്കാൻ ഐലൻഡിൽ എപ്സ്റ്റീൻ തന്നെ ഉണ്ടാക്കുന്ന പാർട്ടീസ്. ഈ പാർട്ടീസിൽ എന്താണ് മെയിനായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഫുഡ്, ഡ്രിങ്ക്സ്, ഫണ്ണ്. മനസ്സിലായോ? ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഐലൻഡിൽ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്ന വേറൊരു പ്രശ്നമാണ് ഹ്യൂമൻ മീറ്റ്, മനുഷ്യന്റെ മാംസം. അടുത്തത് ഫുഡ്, മനുഷ്യന്റെ മാംസങ്ങളുമായിട്ട് നമുക്ക് ബന്ധപ്പെടുത്താം. അടുത്തത് ഡ്രിങ്ക്സ്, ബ്ലഡ് ഓഫ് ചിൽഡ്രൻ, കുട്ടികളുടെ ബ്ലഡുമായിട്ട് കുടിക്കുന്നതായിട്ടും ഒക്കെ ഭയങ്കരമായിട്ട് ഫയൽസിൽ വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഫൺ എന്ന് പറയുന്നത് ഈ കുട്ടികളെ വെച്ചുള്ള സെക്ഷൽ അബ്യൂസ് അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ ഫുഡിനെ അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ പിസ്സ പാർട്ടി അല്ലെങ്കിൽ പിസ്സ എന്നൊക്കെ പറയുന്ന കാര്യങ്ങളുമായിട്ട് അവർ ഹോളിവുഡിലും കാര്യങ്ങളിലും ഒക്കെ ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ കഴിക്കുന്നത് അവർ പിസ്സ കഴിച്ചോ എന്ന് ചോദിക്കുന്നത് പോലെയാണ്. ഇപ്പം രണ്ട് ലീഡ്സ് തമ്മിൽ കാണുമ്പോൾ ഇന്ന് വല്ല പിസ്സ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇന്ന് കുഞ്ഞിന്റെ മീറ്റ് ഉണ്ടോ. മനസ്സിലായോ? അതാണ് അവരുടെ കോഡ് ലാംഗ്വേജ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ ബ്ലഡ് അല്ലെങ്കിൽ അതുപോലുള്ള സാധനത്തിൽ നിന്ന് കുടിക്കുന്നതെന്ന് പറഞ്ഞാൽ അഡ്രീനോക്രോം എന്ന് പറയുന്ന ഒരു സാധനം കുഞ്ഞുങ്ങളുടെ ജീവനിൽ നിന്ന് അല്ലെങ്കിൽ ബോഡിയിൽ നിന്ന് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റും. ഇപ്പം അഡ്രീനോക്രോം ഉപയോഗിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഇപ്പം സ്റ്റെം സെൽസ് അതുപോലുള്ള സാധനങ്ങളുടെ പീക്സ് ആണ് ഈ അഡ്രീനോക്രോം. ഈ അഡ്രീനോക്രോം നമ്മുടെ ബോഡിയിൽ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ബോഡിയിൽ പുതിയ സെൽസ് ഉണ്ടാവും, റീജനറേഷൻ സംഭവിക്കും, നമ്മളുടെ സ്റ്റെം സെൽസ് വലുതാവും. എന്ന് വെച്ചാൽ ഈ ജപ്പാനിലും കൊറിയയിലും ഫിലിപ്പീൻസിലും ഒക്കെ കുഞ്ഞുങ്ങളെ ട്രാഫിക് ചെയ്തുകൊണ്ട് പോയി ഇവരുടെ അഡ്രീനോക്രോം പോലുള്ള സാധനങ്ങൾ എക്സ്ട്രാക്ട് ചെയ്താണ് ഈ മുഖത്തിടുന്ന സാധനങ്ങളൊക്കെ വെച്ച് ഡി ഏജിങ് ചെയ്യുന്നത്. അതിന്റെ ഏറ്റവും വലിയ പ്രോസസ്സ് ചെയ്ത് ഒറിജിനൽ സത്ത്, ജീവന്റെ സത്ത് എടുത്ത് ബില്യണേഴ്സ് കുത്തിവെച്ച ആളുകൾ പ്രായം കുറയ്ക്കുന്നുണ്ട്. അപ്പം അത് അഡ്രീനോക്രോം ആണ്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ വെച്ച് ബാക്കി സെക്ഷൽ അബ്യൂസും ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഡോക്യുമെന്റഡ് ആണ്. അപ്പൊ ഇത് ഫുള്ളി ഡോക്യുമെന്റഡ് ആണ്. ഡോക്യുമെന്റഡ് ആണെന്ന് പറഞ്ഞാൽ ഡോക്യുമെന്റ് എങ്ങനെ ചെയ്തു എന്ന് ചോദിക്കുമ്പം ഇതിനകത്ത് ഫുൾ ഹിഡൻ ക്യാമറാസ് ആണ്. പിന്നെ ഫുൾ വീഡിയോസും പകർത്തിയിട്ടുണ്ട്, ടെസ്റ്റിമോണിയൽസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ വിക്ടിംസിന്റെ എവിഡൻസ് ഉണ്ട്. ഈ വിക്ടിം തന്നെ പറയുന്നത് തന്നെ ട്രംപ് വന്ന് ഇത് ചെയ്തു, അല്ലെങ്കിൽ ഞാൻ ഈ പേര് പറയുന്നതൊന്നും നിങ്ങൾ ലിറ്ററൽ ആയിട്ട് എടുക്കരുത്. ഇയാൾ വന്ന് തന്നെ ഇത് ചെയ്തു എന്ന് കുഞ്ഞുങ്ങൾ പറയുന്ന എവിഡൻസുകളുണ്ട്, വീഡിയോസ്. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഫ്ലൈറ്റ് ലോഗുകളുണ്ട്. എന്ന് പറഞ്ഞാൽ ഐലൻഡിൽ വന്നിറങ്ങുന്നത്, പ്രൈവറ്റ് ജെറ്റ് വന്നിറങ്ങുന്ന ആളുടെ പേരും ഫോട്ടോസും എല്ലാം ഉണ്ടല്ലോ. അപ്പോൾ ഇതെല്ലാം ഫയൽസ് ആയിട്ട് ക്യൂറേറ്റ് ചെയ്ത് വെച്ചേക്കാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പം എക്സാമ്പിൾ ട്രംപ് ഓർ ബിൽ ക്ലിന്റൺ എന്ന് പറഞ്ഞാൽ അമേരിക്കയിലെ ഏറ്റവും വലിയ നല്ലവനായ പ്രസിഡന്റുകളിൽ ഒരാളായിരുന്നു. അയാളാണ് ലോകത്തിലെ ഏറ്റവും വലിയ കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്ന വീരൻ. സത്യസന്ധമായിട്ടുള്ള കാര്യം ഫയൽ വായിച്ചിട്ട് ഞാനിത് പറയാണ്, നിങ്ങൾ പോയി സെർച്ച് ചെയ്ത് നോക്കുക. ബിൽ ക്ലിന്റൺസ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ക്ലിന്റന്റെ ഭാര്യയാണ് ഹിലരി ക്ലിന്റൺ. അങ്ങനെ ആ ഒരു ബന്ധത്തിലൊക്കെയാണ് വരുന്നത്. ഭാര്യയോ ആരോ ആണ്, വൈഫാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇതുപോലുള്ള ഇപ്പം ക്ലിന്റനെ എടുക്കുകയാണെങ്കിൽ, ക്ലിന്റന്റെ ഫയൽ എടുക്കുകയാണെങ്കിൽ ക്ലിന്റൺ ലാൻഡ് ചെയ്ത സമയം, ലാൻഡ് ചെയ്ത പ്ലെയിൻ, എൻട്രി റെക്കോർഡ് ചെയ്തത്, അതുപോലെ തന്നെ സ്റ്റാഫുകൾ കണ്ട തെളിവ്, അതുപോലെ ചിൽഡ്രൻ എന്നെ ക്ലിന്റൺ അവിടെ ഒന്ന് ഇവിടെ ചെയ്തു, ഇവിടെ കൈ പിടിച്ചൂരി, എൻ്റെ ഷർട്ട് ഊരി എന്ന് പറയുന്ന ടെസ്റ്റിമോണി. അത് കഴിഞ്ഞ് ആ ടെസ്റ്റിമോണികൾ ശരിയാക്കാൻ വേണ്ടി ഫോട്ടോസ്, എന്നിട്ട് ക്ലിന്റൺ ഈ വൃത്തിയേട് കാണിക്കുന്ന വീഡിയോസ്,
ബേസിക്കലി പ്രസിഡൻസിന്റെ ഫോൺ, എവറിത്തിങ്, ഈ പറഞ്ഞ 7-8 സാധനങ്ങൾ ലോഗ് ചെയ്ത് അടിച്ച് ഒരു ബുക്കാക്കി ക്ലിന്റൺ എന്ന് പേരെഴുതി വെച്ചേക്കുക. അതാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അതുപോലെ 2000 അടുപ്പിച്ച് എത്രയോ ഹൺഡ്രഡ്സ് ഓഫ് തൗസൻഡ്സ് ഓഫ് ബുക്സ് ആണ് നമുക്ക് കിട്ടിയത്. ഇപ്പൊ ട്രംപിന്റെ ഫയൽ എടുക്കുകയാണെങ്കിൽ ട്രംപ് എപ്പോൾ വന്നു, ഫ്ലൈറ്റ്, എത്ര പിള്ളേരെ പീഡിപ്പിച്ച പിള്ളേരുടെ ടെസ്റ്റിമോണിയൽ, പീഡിപ്പിച്ച പിള്ളേർ എന്നെ ട്രംപ് ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് പറയുന്ന സാധനം, അവരുടെ ഒപ്പ്, എന്നിട്ട് പീഡിപ്പിച്ചതിൻ്റെ ടേപ്പ്. എന്ന് വെച്ചാൽ നമ്മളൊരു ലൈബ്രറി പോയ ലൈബ്രറിയൻ ബുക്ക് കീപ്പ് ചെയ്യുന്ന പോലെ ഈ സാധനങ്ങൾ കീപ്പ് ചെയ്തേക്കാണ്. ഇത് പേപ്പറോ ഇമെയിൽസോ ഒന്നും അല്ല, ഇതൊരു വെപ്പണാണ്. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ എല്ലാ കൺട്രിയിൽ നിന്നും എല്ലാ പാർട്ടീസിലെ ആളുണ്ട്. ഇപ്പം എക്സാമ്പിൾ, ഇത് ഹൈപ്പോത്തറ്റിക്കൽ എക്സാമ്പിൾ ആണ് നിങ്ങൾക്ക് മനസ്സിലാവാൻ. ഇപ്പോൾ എന്താ പറയുന്നത്, കേരളത്തിൻ്റെ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ പ്രതിപക്ഷവും ഭരണപക്ഷവും ഉണ്ട്. ഇപ്പോൾ VD സതീശനും പിണറായിയും ഉണ്ട്. ഈ എപ്സ്റ്റീൻ അല്ലെങ്കിൽ എപ്സ്റ്റീൻ ഫയലിൽ ഈ ഐലൻഡിൽ രണ്ടുപേരെയും വിളിക്കും. ഇവരൊന്നും പോയിട്ടില്ല, എക്സാമ്പിൾ ആണ്, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ പറയാണ്. ഇവർ രണ്ടുപേരും ആ ഫയലിലൊന്നും ഇല്ല, രണ്ടുപേരെയും വിളിക്കും. എന്ന് വെച്ചാൽ ഭരണപക്ഷത്തിനെയും വിളിക്കും, ഇതെല്ലാം കാണിച്ച് ഭരണപക്ഷത്തിന്റെ ലീഡറിന്റെ ഫയലും ഉണ്ട്, പ്രതിപക്ഷത്തിന്റെ ലീഡറിന്റെ ഫയലും ഉണ്ട്. അപ്പൊ എനിക്കിവിടെ ഒരു ഫാക്ടറി തുടങ്ങണം, അല്ലെങ്കിൽ എനിക്കിവിടെ ഒരു ഇല്ലീഗലായിട്ടൊരു സാധനം തുടങ്ങണമെങ്കിൽ എനിക്ക് എന്തോരം എളുപ്പമാണ്. അല്ല, ആരാ എന്നെ എതിർക്കുന്നത്? മനസ്സിലായോ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ നടക്കുന്നത്. അപ്പോൾ ഇതൊരു വെപ്പണാണ്. അതുകൊണ്ട് ആരൊക്കെയാണ് ഈ വെപ്പൺ ഉണ്ടാക്കിയത്, എന്തൊക്കെയാണ് ഇത് ചെയ്തതെന്നുള്ളത് നമുക്ക് നോക്കുമ്പോൾ ഈ വെപ്പൺ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും പവർഫുൾ ആളുകൾക്കെതിരെ ഉള്ളൊരു വെപ്പണാണ്. അവരെ വെച്ച് എന്തും ചെയ്യാം. അപ്പോൾ ഈ സാധനമാണ് എപ്സ്റ്റീൻ എന്ന് പറഞ്ഞാൽ എന്താണ്, എവിടാണ് എപ്സ്റ്റീൻ എന്നൊക്കെ ഉള്ളത്. പക്ഷേ ഈ എപ്സ്റ്റീനെ ആരാണ് കൺട്രോൾ ചെയ്യുന്നത്? എപ്സ്റ്റീൻ ഒരു ജൂതനാണ്. ജൂതൻ ഒരു CIA യിലും മൊസാദിലും ഒക്കെ വർക്ക് ചെയ്ത ആളാണ്. എന്ന് പറഞ്ഞാൽ അമേരിക്കൻ ഇന്റലിജൻസ് ഏജൻസിയിലും ഇസ്രായേൽ ഇന്റലിജൻസ് ഏജൻസിയിലും വർക്ക് ചെയ്ത ആളാണ്. അതാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇയാളെ കൊണ്ട് ആരാണ് ചെയ്യിപ്പിക്കുന്നത്, അത് നമ്മൾ ഈ എപ്പിസോഡിൽ പറഞ്ഞു പോകും. അപ്പോൾ ചാപ്റ്റർ 2 ഓഫ് ദിസ് എപ്പിസോഡിലായിട്ടാണ് നമ്മൾ പോകുന്നത്. ദ ഡോക്ട്രിൻ ഓഫ് മോലോക്ക്. ദ ഡോക്ട്രിൻ ഓഫ് മോലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാര്യം ഒരു ന്യൂസിലോ വന്നിട്ടില്ല, റീൽസിലോ കാര്യങ്ങളിലോ ഒന്നും നിങ്ങൾ കേൾക്കാത്ത കാര്യമാണ്. ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോളൂ. എന്ന് പറഞ്ഞാൽ എല്ലാ ഏൻഷ്യൻ്റ് ആയിട്ടുള്ള എന്താ പറയുന്ന റിലീജിയനിലും കൾച്ചറുകളിലും റിച്വൽസ് ഉണ്ട്, ചില പ്രത്യേക തരമുള്ള റിച്വൽസ്. ആ റിച്വൽസിനകത്ത് സാക്രിഫൈസസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിപ്പം ഏത് രീതിയിലുള്ള കൾച്ചർ എടുത്താലും അതിനകത്ത് ഏതെങ്കിലും രീതിയിൽ ഹ്യൂമൻ സാക്രിഫൈസസ് അല്ലെങ്കിൽ ചൈൽഡ് സാക്രിഫൈസസിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. എസ്പെഷ്യലി ചിൽഡ്രൻ സാക്രിഫൈസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ സൊസൈറ്റിയിലെ എപ്സ്റ്റീൻ പോലത്തെ സാധനങ്ങളാണ്. അപ്പോൾ ഒരു സൊസൈറ്റിയിൽ എനിക്ക് അല്ലെങ്കിൽ നിനക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണുന്നവർക്ക് കമ്മിറ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്ന് അല്ലെങ്കിൽ വൃത്തികേടുകളിലൊന്ന് മറ്റൊരാളെ കൊല്ലുക അല്ലെങ്കിൽ മറ്റൊരാളെ ഉപദ്രവിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയത്, അല്ലേ? പക്ഷെ അതിനെക്കാട്ടി വലുതൊരെണ്ണമുണ്ട്. ഈ ഉപദ്രവമോ കൊല്ലുന്നതോ ഒരു കുഞ്ഞിനെ ആണെങ്കിലോ, മനസ്സിലായോ? അത് അതിനെക്കാട്ടി ഏറ്റവും വലിയ കുറ്റത്തിനെക്കാട്ടി ഒരുപടി മുകളിൽ നിൽക്കുന്ന കുറ്റമാണ്, അല്ലേ? അപ്പോ ഈ കുഞ്ഞുങ്ങളെ ഹാം ചെയ്യുന്നതോ കുഞ്ഞുങ്ങളെ കൊല്ലുന്നതോ ലോകത്തിലെ ഏറ്റവും ഹീഡിയസ് ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ വൃത്തികെട്ട അരോചകമായ ഏറ്റവും വലിയ തെറ്റുകളിൽ ഒന്നല്ല, ഏറ്റവും വലിയ തെറ്റാണ്. ഇതിന് മുകളിൽ നമുക്ക് കുറ്റമില്ല ചെയ്യാൻ. ഇതൊരു സാറ്റാനിക് ആക്ട് ആയിട്ടാണ് നമ്മൾ പറയുന്നത്. എന്ന് പറഞ്ഞാൽ നോൺ ഹ്യൂമൻസിനെ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരു കുഞ്ഞിനെ, ഒരു കൈക്കുഞ്ഞിനെ കൊല്ലുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു 6 വയസ്സുള്ള കുഞ്ഞിനെ പീഡിപ്പിക്കുക എന്ന് പറയുന്നത്, അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇതാരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ, ഇത് ചെയ്തെന്ന് ലോകം അറിഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ അയാളെ നോർമൽ ഹ്യൂമൻ സൊസൈറ്റിയിലോട്ട് അയാൾക്ക് തിരിച്ചു വരാൻ പറ്റത്തില്ല. മനസ്സിലായോ? ഇപ്പൊ നമ്മളെ വീടിന്റെ അടുത്ത് ഒരാൾ ഒരു 6 വയസ്സുള്ള കുഞ്ഞിനെ പീഡിപ്പിച്ച് കൊന്നാൽ അയാൾക്ക് പിന്നെ അവിടെ വന്ന് നോർമലായിട്ട് ജീവിക്കാൻ പറ്റുമോ? ഇല്ല, പറ്റത്തില്ല. അയാളെ എപ്പോഴും ഒരു മോൺസ്റ്റർ ആയിട്ട് ആളുകൾ ചിത്രീകരിക്കും. നമ്മൾ അയാളുടെ അടുത്ത് പോകത്തില്ല, നമ്മൾ പിന്നെ മിണ്ടത്തില്ല, നമ്മൾ മാറും, ഇതെല്ലാം വരും. എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് നോർമൽ സൊസൈറ്റിയിലോട്ട് നോ റിട്ടേൺ ആണ്. അങ്ങനെ ഒരാൾ ഒരു കുറ്റം ചെയ്തുവെങ്കിൽ, ആ കുറ്റം ചെയ്യുന്നത് ആള് വേറൊരാളെ ഡോക്യുമെന്റ് ചെയ്തുവെങ്കിൽ, പിന്നെ ആ ചെയ്ത ആള് മറ്റേ ആളുടെ സ്ലേവ് ആണ് ജീവിതത്തിലേക്ക്. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ ഞാനത് വെളിയിൽ കാണിച്ചാൽ നീ ഇല്ല, ഞാനത് പക്ഷെ വെളിയിൽ കാണിക്കത്തില്ല ഞാൻ പറയുന്നതൊക്കെ നീ ചെയ്താൽ.
അതാണ് അവിടുത്തെ പവർ ബാലൻസ് എന്ന് പറഞ്ഞാൽ ജീവിതത്തിലേക്ക് ഒരു സ്ലേവാണ്. ഈ ഒരു പവറാണ് എപ്സ്റ്റീനുള്ളത്. ലോകത്തിലെ എല്ലാ ലീഡേഴ്സിനെയും അവൻ ഒരു ഫോൺ കോളിൽ വിളിച്ച് കാര്യങ്ങൾ ചെയ്യിപ്പിക്കാം. ഇതാണ് യഥാർത്ഥ എപ്സ്റ്റീൻ ഫയൽസിന്റെ കൺട്രോൾ ചെയ്യാനുള്ള പവർ. നിങ്ങളെല്ലാവരും എപ്സ്റ്റീൻ ഫയൽസ് ആരൊക്കെ ഉണ്ട് എന്തിനാണ്, ചുമ്മാ ആളുകൾ പോയി ചെയ്യുമല്ല, ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ള ഇതാണ്. എന്ന് പറഞ്ഞാൽ എപ്സ്റ്റീൻ്റെ മാസ്റ്റേഴ്സ് ഉണ്ട്. അതാരൊക്കെ ആയാലും ലോകത്തിലെ ഏത് ക്രൈമും എവിടെ വേണമെങ്കിലും ഏത് യുദ്ധങ്ങളും, ട്രംപിനെ ഇന്ന് വൈകിട്ട് വേണമെങ്കിൽ എപ്സ്റ്റീന് ബോംബിടിപ്പിക്കാം, അമേരിക്കയെ ഇന്ന് വൈകിട്ട് ഇടിപ്പിക്കാം, 2 കോള് വിളിച്ചാൽ മതി. അപ്പം അതുപോലുള്ള സാധനങ്ങളാണ് ഇതിൽ വരുന്നത്. ഇനി രണ്ടാമത് ഇതിന് വേറൊരു തലമുണ്ട് എന്ന് പറഞ്ഞാൽ, ഇതാണ് നമ്മളുടെ പോഡ്കാസ്റ്റിലെ ആളുകൾക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ആവുന്ന തലം. ഈ റിച്വൽസും കാര്യങ്ങളും എന്നൊക്കെ ഞാൻ പറഞ്ഞു. ഇപ്പോൾ നടക്കുന്ന എപ്സ്റ്റീൻ ഫയൽസിൽ പുറത്ത് നടക്കുന്ന കാര്യങ്ങളാണ് നിങ്ങളോട് പറഞ്ഞു തന്നത്. ഇത് വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ ആയിരക്കണക്കിന്, യഥാർത്ഥത്തിൽ 5000 വർഷങ്ങൾക്ക് മുന്നെയാണ് ഇത് ആദ്യമായിട്ട് റെക്കോർഡ് ചെയ്യപ്പെടുന്നത്, ചൈൽഡ് സാക്രിഫൈസ്. അന്ന് ഇതിൻ്റെ കാരണം ഇതായിരുന്നില്ല. അപ്പം അന്ന് നമ്മൾ എന്തിനാണ് റിച്വൽസിന് ചൈൽഡ് സാക്രിഫൈസ് ചെയ്തത്? നമ്മളിപ്പം എന്തിനാണ് ആളുകളെ കൊല്ലുന്നത്? എന്തിനാണ് ഈ നരബലി അല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പം നമുക്കതിന് ഏൻഷ്യൻ റിച്വൽസിലോട്ട് തന്നെ പോകണം. ഇതിൻ്റെ ബിഹൈൻഡുള്ളതായിട്ടുള്ള സയൻസിനെ പറ്റി നമുക്കറിയണം. വേദിക് ട്രഡീഷൻസിൽ ചില താന്ത്രിക് റിച്വൽ സീക്രട്സുകളിൽ ഈ ഹ്യൂമൻ സാക്രിഫൈസിനെ പറ്റി വൃത്തിയായിട്ട് പറയുന്നുണ്ട്. അതിന് പറയുന്ന പേരാണ് നരബലി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. നരബലി എന്ന് പറഞ്ഞാൽ, നരൻ എന്ന് പറഞ്ഞാൽ മനുഷ്യനാണ്, ബലി എന്ന് പറഞ്ഞാൽ ഡെത്ത് അല്ലെങ്കിൽ സാക്രിഫൈസ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ബൈബിളിൽ ചൈൽഡ് കില്ലിങ്ങിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. മൂലോക്ക് എന്ന് പറയുന്ന ഇയാളെ പറ്റിയും പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ എബ്രഹാം എന്ന് പറയുന്ന ആളെ ദൈവം കമാൻഡ് ചെയ്യും, എന്താ പറയുക, നിന്റെ മകനെ എനിക്ക് ബലി തർപ്പിക്കുക. അങ്ങനെ പുള്ളി സ്വന്തം മകനെ കൊല്ലാനുള്ള എല്ലാ തീരുമാനവും എടുക്കുമ്പം ഒരു ഏഞ്ചൽ വന്ന് പറയും, കൊല്ലണ്ട, നിന്നെ ടെസ്റ്റ് ചെയ്തേക്കാണെന്ന് പറയും, ഞാൻ കൊല്ലണ്ടെന്ന് പറഞ്ഞിട്ട് അതിന് ഒരു ആടിനെ ഇറക്കും. എന്നിട്ട് അങ്ങനെ പോകും. അതുപോലെ തന്നെ ഖുറാനിനകത്തും ഇബ്രഹാമി എന്ന് പറയുന്ന ഒരാളോട് അള്ളാഹ് പറയും, എനിക്ക് നിന്റെ മകനെ സാക്രിഫൈസ് ചെയ്യാം. അങ്ങനെ സാക്രിഫൈസ് ചെയ്യാൻ എല്ലാം റെഡി ആകുമ്പോഴത്തേക്കും വേറൊരു ഏഞ്ചൽ വന്നിട്ട് പറയും, വേണ്ട കൊല്ലണ്ട, പോട്ടെ, നിന്നെ ടെസ്റ്റ് ചെയ്തതാണെന്ന് പറഞ്ഞിട്ട് അവിടെയും ഒരു ആടിനെ ഇറക്കും. സെയിം കഥയാണ്. അതുപോലെ നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിക്കണം, അവിടെ എബ്രഹാമാണ് കൊല്ലാൻ പോയത്, എവിടെ ബൈബിളിൽ, ഖുറാനിൽ ഇബ്രാഹിമാണ് കൊല്ലാൻ പോയത്. പോട്ടെ, ജസ്റ്റ് ഒരു കോയിൻസിഡൻസ് പറഞ്ഞോളൂ. സോ ഇത് പണ്ടും നടന്നിരുന്നു. പണ്ടും ദൈവങ്ങൾ കുഞ്ഞുങ്ങളെ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷെ അത് കോമൺ അല്ലായിരുന്നു. പക്ഷെ ആ ആവശ്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഹിസ്റ്ററിയിലേക്ക് തിരിച്ചു പോവാം. ഇതിന് വളരെ ഡീപ്പറായിട്ടും വളരെ സയൻറ്റിഫിക് ആയിട്ടും ഉള്ളൊരു പാത്തുണ്ട്. എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ ഒന്നും കൂടെ പറയാണ്, ഇനി നിങ്ങൾക്ക് കാണണമെന്ന് ഉറപ്പുള്ളവർ മാത്രമേ ഇനിയും കണ്ടിന്യൂ ചെയ്യാവൂ. ഇനി നമ്മൾ കുറച്ച് വിയേർഡ് ഷിറ്റിലേക്ക് കടക്കാൻ പോവാം, സയൻസിലോട്ട് വരുക. സൈക്കോളജിയും സയൻസും റിച്വൽസും. അപ്പോൾ ഒരു ദൈവമുണ്ട് ബൈബിളിൽ. ഹീബ്രു ബൈബിളിലാണ് ഈ ദൈവത്തിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്. മാലോക്ക് അല്ലെങ്കിൽ മൂലോക്ക് എന്നൊക്കെ, MALOOCH എന്നാണ് സ്പെല്ലിങ് വന്നേക്കുന്നത്. ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ മൂലോക്ക് എന്നാണ് പറയുന്നത്. ലെവിക്ടസ് എന്ന് പറയുന്ന ചാപ്റ്ററിലും 2 കിങ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലുമാണ് ഹീബ്രു ബൈബിൾ. ഈ 2 ചാപ്റ്ററിലും ഈ മൂലോക്കിനെ പറ്റി പറയുന്നുണ്ട്. ഇയാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു ഡെയിറ്റി ആയിട്ട്, ഒരു ദൈവനായിട്ട് തന്നെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. എന്ന് വെച്ചാൽ ആ ഡെയിറ്റി ബ്രോൺസ് കൊണ്ടുണ്ടാക്കിയ ഒരു ഐഡിയലാണ്. ബ്രോൺസ് കൊണ്ടുണ്ടാക്കിയ ഒരു ഐഡിയൽ ഇങ്ങനെ ഇരിക്കും. ആ ഐഡിയലിലേക്ക് ആംസ് റീച്ച് ഔട്ട് ചെയ്താണ് ഇരിക്കുന്നത്, കൈ ഇങ്ങനെ മുന്നോട്ട് വെച്ച്. എന്നിട്ട് ഇതിനെ ചുട്ട് പഴുപ്പിക്കും, ഫുൾ ഹീറ്റ് ചെയ്ത് ഇതിനെ ഗ്ലോയിങ് റെഡ് ആക്കും. എന്നിട്ട് ആ ഡേറ്റിയിലോട്ട് കുഞ്ഞുങ്ങളെ വെക്കും. അങ്ങനെയാണ് കുഞ്ഞുങ്ങളെ സാക്രിഫൈസ് ചെയ്യുന്നത്. ഇത് ഞാൻ പറയുന്നതോ ഇത് ഞാൻ ഉണ്ടാക്കുന്നതൊന്നും അല്ല, നിങ്ങൾ പോയി ആ ബുക്ക് വായിര്. അപ്പം അങ്ങനെ സാക്രിഫൈസ് ചെയ്യുന്നതിനെ പറ്റിയാണ് എഴുതിയേക്കുന്നത്, ബേൺഡ് ഓഫറിങ്സ് ആയിട്ട്. അപ്പോൾ ഈ ആളെ പറ്റി ഡിസ്ക്രൈബ് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ ലെഗ്ഡ് കാഫ് ആയിട്ടാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്, കാലും തലയും ഈ പശു, ആട് അതുപോലൊക്കെ ഇരിക്കും, ബാക്കി ഹ്യൂമൻ ആണ്, നമ്മുടെ ബാലൊക്കെ പോലെ അതുപോലെയാണ് ഇരിക്കുന്നത്. അപ്പം ബാലിന്റെ സ്ക്രിപ്ചർ ആണെന്ന് പറയുന്നവരുണ്ട്, മൂലോക്ക് ആണെന്ന് പറയുന്നവരുണ്ട്, അങ്ങനെയാണ് പറയുന്നത്. ഇതുപോലുള്ള റിമെയിൻസ് നമ്മൾക്ക് കണ്ടുപിടിച്ചിട്ടുണ്ടെന്നും നമ്മളത് സയന്റിഫിക്കലി റെക്കോർഡും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ എക്സാക്ട് ഓപ്പോസിറ്റ് ഇല്ലേ ബെഹീമത്ത്?
കാലും തലയും എല്ലാ മനുഷ്യന്റെ, പക്ഷെ അപ്പർ ബോഡി ആടിന്റെ. അതുപോലെ എന്തോ ആണ്, അത് നമുക്ക് നോക്കണം. അപ്പോൾ ഈ ആർക്കിയോളജിക്കൽ റിമെയിൻസ് നമുക്ക് കിട്ടിയത്, ഈ സാധനങ്ങളുടെയൊക്കെ കിട്ടിയിട്ട് ഇതിനകത്ത് നമ്മൾ ടെസ്റ്റിംഗ് നടത്തി നമുക്ക് തൗസൻഡ്സ് ഓഫ് ചിൽഡ്രൻസിന്റെ റിമെയിൻസ് കിട്ടിയിട്ടുണ്ട്. കുഞ്ഞുങ്ങളുടെ ബോൺസ്, ചാർഡ് മീറ്റ്, അതുപോലെ തന്നെ ടീത്ത്, അതുപോലെ തന്നെ പല പല കാര്യങ്ങളും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് കിട്ടി ഒരു വലിയൊരു എവിഡൻസ് എന്ന് പറഞ്ഞാൽ സൾഫ്യൂരിക് ആസിഡ് ഇല്ലേ, എപ്സ്റ്റീനെ അറസ്റ്റ് ചെയ്യുന്നതിന് ഇത്ര മണിക്കൂറുകൾ മുന്നേ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ഓർഡർ ഓഫ് സൾഫ്യൂരിക് ആസിഡ് പ്ലെയിനകത്ത് വന്നത് സൾഫ്യൂരിക് ആസിഡ് എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങള് ചത്തതിനെ കുഴിച്ചിട്ടാലും അവര് പൊക്കും, പട്ടി പിടിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും എവിഡൻസ് പിടിക്കും. അപ്പോൾ വലിയ വലിയ ടാങ്കുകളിൽ സൾഫ്യൂരിക് ആസിഡ് ഉണ്ടെന്ന് ഡെഡ് ബോഡീസും കുഞ്ഞുങ്ങളെ എല്ലാം ബാക്കി വന്നതിനെല്ലാം ഇട്ടു എന്നൊക്കെയാണ് പറയുന്നത്. അതിന് തെളിവുണ്ട്, തെളിവുകൾ പക്ഷെ ഒരിക്കലും നമുക്ക് കിട്ടില്ല. അപ്പോൾ ഇതുപോലുള്ള സാക്രിഫൈസ് നടത്തിയിട്ട് കുഞ്ഞുങ്ങളുടെ ബോൺസും ചാർഡ് മീറ്റും ടീത്തും ഒക്കെ നമ്മളുടെ ആ പ്രതിമയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ പ്രതിമയിൽ നിന്ന് കിട്ടിയത് ലോകത്തിനെ മുഴുവൻ ഞെട്ടിക്കുന്ന കഥകളാണ്. നമ്മൾ പണ്ട് ഇത്ര പൂർവികർ ഇത്ര തെണ്ടികളായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നത്. അപ്പം ഹിസ്റ്റോറിയൻസിൻ്റെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു മറുപടി എന്തെന്ന് വെച്ചാൽ ഇതിനെ ഇഗ്നോർ ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഇത് തെളിവായിപ്പോയി. അപ്പം അവർ പറയുന്നത് നമ്മളുടെ ആൻസിസ്റ്റേഴ്സ് വളരെ പ്രിമിറ്റീവായിരുന്നു, അവർ പ്രിമിറ്റീവായിട്ട് എന്തൊക്കെയോ കാണിച്ചിരുന്നു, നമുക്കതൊന്നും അറിയത്തില്ല, ടൂ മെനി ഡീറ്റെയിൽസ് ഒക്കെ അവിടെ നടന്നു. ഇവർ ഇമാജിനറി ഗോഡിന് വേണ്ടി ഇമാജിനറി സാക്രിഫൈസ് നടത്തുന്ന കുരങ്ങന്മാരാണെന്നാണ് അവർ പറയുന്നത്. പക്ഷേ കോപ്പർ അല്ല, ബ്രോൺസ് എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ അവർക്ക് ഉണ്ടാക്കാൻ അറിയാം. മെറ്റീരിയൽ വെച്ച് സ്കൾപ്ചർ ചെയ്തൊരു വലിയൊരു ദൈവത്തിനെ ഉണ്ടാക്കാൻ അറിയാം. അത് ഈവൻലി ഹീറ്റ് ചെയ്ത് ഗോൾഡൻ റെഡ് ആക്കാൻ അറിയാം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നൊരു സമയമാണ്. അപ്പോൾ എസോട്ടെറിക് ട്രഡീഷൻസ് എന്ന് പറഞ്ഞാൽ എല്ലാവരും മുന്നിൽ പറയാത്ത, അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്നതിന് ഓപ്പോസിറ്റ് ആയിട്ട് വിശ്വസിക്കുന്ന ട്രഡീഷൻസ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ വിശ്വസിക്കുന്നത് സാത്താൻ എന്ന് പറയുന്ന ആൾ വില്ലനാണെന്നാണ്. പക്ഷെ സാത്താൻ എന്ന് പറയുന്ന ആൾ ദൈവമായിട്ട് വിചാരിക്കുന്നവരെ നമ്മുടെ ദൈവം വില്ലനും ആവാം. എക്സാക്ട്ലി. എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് പറഞ്ഞ പോലെ വേദിക് ട്രഡീഷൻസിന്റെ എസോട്ടെറിക് ബിലീവ്സ് ആണ് സൊറാസ്ട്രിയനിസത്തിനുള്ളത്. അവിടെ അശ്വരാസ്, ഇവിടെ ദേവാസ്. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇതുപോലുള്ള എസോട്ടെറിക് ട്രഡീഷൻസിന് ഇവര് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. എന്നു പറഞ്ഞാൽ കാനണൈറ്റ്സിന്റെ തിയോളജിക്കൽ ഫ്രെയിം വർക്കിൽ, കാനണൈറ്റ്സ് നമ്മളിവിടെ കാനായ എന്നൊക്കെ പറയുന്നവരുണ്ട്. അപ്പൊ അവരുടെ പണ്ടത്തെ തിയോളജിക്കൽ ഫ്രെയിം വർക്കിൽ അവർ മൂലോക്ക് എന്ന് പറയുന്ന ഇതേ ദൈവത്തിനെ പറ്റി പറയുന്നുണ്ട്. ബൈബിളിൽ ഇയാളെ പറ്റി മെൻഷനേ ഉള്ളെങ്കിൽ ഇവരുടെ തിയോളജിക്കൽ ഫ്രെയിം വർക്കിൽ ഇവയാളെ പറ്റി സ്റ്റഡി ചെയ്തിട്ടുണ്ട്. ഇവർക്ക് മൂലോക്ക് എന്ന് പറയുന്ന ഒരു ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഗോഡോ അങ്ങനെയൊന്നും അല്ല. മൂലോക്ക് എന്ന് പറയുന്ന ആള് ഇവർക്ക് കാനണൈറ്റ്സിന് വളരെ പ്രിയപ്പെട്ട, അല്ലെങ്കിൽ ക്ലോസ്ലി മിങ്കിൾ ചെയ്തിരുന്ന ഒരു ഗോഡാണെന്നാണ് പറയുന്നത്. ഈ മൂലോക്കിന് ഏറ്റവും കൂടുതൽ വേണ്ടുന്നത് സാക്രിഫൈസ് ആണ്. സാക്രിഫൈസ് ചെയ്താൽ, മൂലോക്കിലൂടെ സാക്രിഫൈസ് ചെയ്താൽ മൂലോക്ക് നമുക്ക് പവർ തരുമെന്നാണ് പറയുന്നത്. മനസ്സിലായോ? റിലീജിയസ് ടെക്സ്റ്റുകളും ബിലീഫ്സുമാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രഷ്യസ് ആയിട്ടുള്ള എന്തെങ്കിലും, നമ്മളുടെ മോസ്റ്റ് പ്രഷ്യസ് ആയിട്ടുള്ള സാധനങ്ങൾ മൂലോക്കിന് കൊടുത്തു കഴിഞ്ഞാൽ മൂലോക്ക് നമുക്ക് ഗോഡിൻ്റെ പവർ തരും എന്നാണ് ബിലീഫ് വരുന്നത്. ദൈവത്തിൻ്റെ പവർ നമ്മൾ മനുഷ്യർക്ക് തരുമെന്ന്. അപ്പോൾ ആളുകൾ ആനിമൽസിനെ സാക്രിഫൈസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഗ്രെയിൻസ്, ബലങ്ങൾ, കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യുന്നുണ്ടായിരുന്നു. ആനിമൽസിനെയൊക്കെ സാക്രിഫൈസ് ചെയ്താൽ കുറച്ച് പവറൊക്കെ തരും. ഗ്രെയിൻസും പച്ചക്കറിയൊക്കെ സാക്രിഫൈസ് ചെയ്താൽ കുറച്ച് പവർ തരും. അപ്പോൾ ആളുകൾക്ക് മനസ്സിലായി ദ മോർ ദ സാക്രിഫൈസ് എന്ന് പറഞ്ഞാൽ സാക്രിഫൈസ് എന്തോരം പ്രഷ്യസ് ആവുമോ അതേപോലെ ആളുകൾക്ക് പവറും മെൻ്റൽ എബിലിറ്റീസും കിട്ടി തുടങ്ങിയത്. അതിൻ്റെ സയൻസിലേക്ക് നമുക്ക് പോകാം, കഥയാണ് അതിനെ പറയുന്നത്. അപ്പോൾ ആളുകൾ മനസ്സിലാക്കി. അതുപോലെ തന്നെ ഈ തിയോളജിക്കൽ ഫ്രെയിംവർക്കിൽ എഴുതിയേക്കുന്ന കാര്യമാണ് ഓഫേഴ്സ് നീഡഡ് ടു ബി വെരി പ്രഷ്യസ്. ഒരു മനുഷ്യന് ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള എന്താണോ അത് ഓഫർ ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഈ മൂലോക്ക് എന്ന് പറയുന്ന ദൈവം തരുന്നത്. ഒരു മനുഷ്യനെ സംബന്ധിച്ച്, അവൻ്റെ ബ്രെയിൻ സംബന്ധിച്ച് ഏറ്റവും പ്രഷ്യസ് ആയിട്ട് നമ്മളെ കോഡ് ചെയ്ത് വെച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ യങ് വൺ അല്ലെങ്കിൽ ഓഫ് സ്പ്രിങ് ആണ്. ഓഫ് സ്പ്രിങ് എന്ന് പറഞ്ഞാൽ നമ്മളായി ഉണ്ടായ പുതിയ ജീവൻ. ഒരു അമ്മയെ സംബന്ധിച്ച് ഒരു കുഞ്ഞ്, ഒരു അച്ഛനെ സംബന്ധിച്ച് ഒരു കുഞ്ഞ്, അതാണ് അവരുടെ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള ബിലോങ്ങിങ്. അപ്പോൾ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള ബിലോങ്ങിങ് സാക്രിഫൈസ് ചെയ്യുന്നത് ഭയങ്കര വയലന്റ് ആയ ഒരു ആക്ടാണ്. ബേസിക്കലി സൈക്കി മാറ്റിക്കളയും. അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ അതിനർത്ഥം ഈ സാധനം, ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള ഒരു സാധനത്തിനെ സാക്രിഫൈസ് ചെയ്യണം, അല്ലെങ്കിൽ നിന്റെ കുഞ്ഞിനെ സാക്രിഫൈസ് ചെയ്യണം എന്നാണ് മൂലോക്ക് എന്ന ദൈവം ആവശ്യപ്പെടുന്നത് ഒരാളോട്.
അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരാളുടെ ബ്രെയിൻ വയർ ചെയ്തേക്കുന്നത്, ബയോളജിക്കലി ഉണ്ടാക്കിയേക്കുന്നത്, എന്ത് കാരണം വന്നാലും നമ്മൾ നമ്മളുടെ ഓസ്പ്രിങ്ങിനെ അല്ലെങ്കിൽ കുഞ്ഞിനെ രക്ഷിക്കണം, പ്രൊവൈഡ് ചെയ്യണം, അതിനെല്ലാം കൊടുക്കണം എന്നാണ് കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അന്ന് മുതൽ നമ്മൾ മരിക്കുന്നവരെ നമ്മുടെ ഡ്യൂട്ടി. അങ്ങനെയാണ് നമ്മളെ കോഡ് ചെയ്തേക്കുന്നത്. അതേ കുഞ്ഞിനെ എടുത്ത് ഒരു തീയിലോട്ട് വെച്ച് കത്തിച്ച് കളയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹ്യൂമൻ ബ്രെയിനിന്റെ ബയോളജിക്കൽ പ്രോഗ്രാം നമ്മൾ ഓവർ റൈഡ് ചെയ്യാണ്. മനസ്സിലായോ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ആഘാതം മനസ്സിലായി കാണും. നമ്മളൊരു കുഞ്ഞിനെ കാണുമ്പോൾ നമുക്ക് ആദ്യം വരുന്ന ഇൻസ്റ്റിക്ട് എന്ന് പറഞ്ഞാൽ റോഡിൽ വെച്ച് പോകുമ്പോൾ ഒരു കുഞ്ഞിനെ വരുവാണെങ്കിൽ നമുക്ക് അതിനോടൊരു സന്തോഷം, ഒരു ലാളന. അല്ലെങ്കിൽ ഒരു കുഞ്ഞ് വേറെ എവിടെയോ ആയിക്കോട്ടെ, നിങ്ങളിപ്പോൾ റോഡിൽ കൂടെ വെറുതെ ഒരു പാർക്കിൽ പോയിരിക്കുക, അപ്പൊ അപ്പുറത്തെ ഒരു അച്ഛനും അമ്മയും ഒരു കുഞ്ഞിനെ കൊണ്ടുവന്ന് ആ കുഞ്ഞ് 2 സ്റ്റെപ്പ് കയറുമ്പോൾ നമ്മളൊന്നും ഇതാവും. അച്ഛനും അമ്മയും പിടിച്ചില്ല, ഞാൻ പിടിക്കാൻ റെഡിയാന്നുള്ള സാധനം വരും. ആ സാധനത്തിനെ ഓവർ റൈഡ് ചെയ്യുന്നതാണ്. എന്ന് പറഞ്ഞാൽ ഈ സാധനം, ഈ തോന്നൽ, ഞാൻ പറഞ്ഞില്ല, ഈ സ്റ്റെപ്പ് കയറുമ്പോൾ നമുക്ക് ടെൻഷൻ ആവുന്ന തോന്നൽ, അത് സൊസൈറ്റിയോ കൾച്ചറോ അങ്ങനെയൊന്നും ഉണ്ടാവുന്നതല്ല. ആ പ്രൊട്ടക്റ്റീവ് ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് പറയുന്നത് ന്യൂറോളജിക്കലാണ്. അത് നമ്മൾക്ക് ഹോർമോണലായിട്ട് നമ്മളെ മില്യൺസ് ഓഫ് ഇയേഴ്സ് ഓഫ് എവല്യൂഷൻ കൊണ്ട് ഹാർഡ് വയർ ചെയ്യപ്പെട്ട സാധനമാണ്. നിനക്ക് കുഞ്ഞുണ്ടായാലും ഇല്ലെങ്കിലും നീ കുഞ്ഞ് വീണ് കഴിഞ്ഞാൽ നീ അവിടെ ചാടും. അത് നമ്മൾ മനഃപൂർവ്വം ചെയ്യുന്ന ആവണമെന്നൊന്നും അല്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ പറയത്തില്ലേ, നമ്മൾ സിനിമയിലൊക്കെ കാണും, ഒരാൾ വെടിവെക്കുമ്പം അനിയന്റെ അല്ലെങ്കിൽ അനിയത്തിക്ക് വെടിവെക്കുമ്പോൾ മറ്റേ അച്ഛനോ അമ്മയോ ചേച്ചനോ ഒക്കെ ചാടി വീഴുന്നത്, നെഞ്ചത്ത് വെടി കൊണ്ട് മരിക്കുന്നത്. അത് യഥാർത്ഥത്തിൽ മനഃപൂർവ്വം ചെയ്യുന്നതോ രക്ഷിക്കാൻ ചെയ്യുന്നതൊന്നുമല്ല, ബോഡി തന്നെ മൂവ് ആവുന്നതാണ്. 90% അത് ആ പ്രൊട്ടക്റ്റീവ് ഇൻസ്റ്റിങ്ക്റ്റ് ആണ്. വെടി കൊണ്ടിട്ടായിരിക്കും ഞാൻ വരെ വിചാരിക്കുന്നത് അങ്ങനെ വന്നു എന്ന്. അപ്പോൾ അങ്ങനെ വരുന്ന സാധനമാണ് ഈ സാധനം. അപ്പോൾ ഈ സാധനം പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മളുടെ ബോഡിയിൽ എന്തൊക്കെയാണോ ഈ ഇമോഷൻസ്, ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മൾ അതേ സാധനത്തിന്, അതേ കുഞ്ഞിനെ എടുത്ത് കത്തിച്ച് കളയുമ്പോൾ ഉണ്ടാവുന്നത്. ബേസിക്കലി പറഞ്ഞാൽ ന്യൂറോളജിക്കലായിട്ടും സൈക്കോളജിക്കലായിട്ടും നമ്മുടെ സൈക്കീനെ പ്രിമിറ്റീവ് സ്റ്റേറ്റിൽ നിന്ന് അപ്ലിഫ്റ്റ് ചെയ്യുന്ന ഒരു പ്രൊസീജിയർ പോലെ. നമ്മളുടെ കാട്ടിലെ ഇൻസ്റ്റിങ്ക്റ്റിൽ നിന്ന്, കാട്ടിലെ കുരങ്ങൻ എന്ന രീതിയിൽ നമ്മൾ ഇവോൾവ് ആയി വന്ന ഇൻസ്റ്റിങ്ക്റ്റുകളിൽ നിന്ന് നമ്മളുടെ ഈ സാധനം നമ്മൾ കത്തിച്ച് കളയുമ്പോൾ നമ്മളുടെ ഈ ബ്രെയിനിൽ ഹാർഡ്വെയർ ചെയ്തേക്കുന്ന എല്ലാ സാധനവും അവിടെ തീരുക. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ അക്കോർഡിംഗ് ടു ദ ലോസ് ഓഫ് നേച്ചർ വി ആർ മങ്കീസ് ഡിസൈൻ ടു ലീവ് എ ലൈഫ് ഹിയർ. പക്ഷെ എന്ന് പറഞ്ഞാൽ നമ്മൾ കുരങ്ങന്മാർ, ഇവിടെ ഒരു ജീവിതം ജീവിച്ച് ചാവാൻ വേണ്ടിയുള്ള കുരങ്ങന്മാരാണ് പ്രകൃതിയുടെ നിയമപ്രകാരം. പക്ഷേ ആ പ്രകൃതി നമ്മുടെ തലയിൽ കോഡ് ചെയ്ത് വെച്ചേക്കുന്ന എക്സ്ട്രീം സാധനങ്ങളെ എല്ലാം കൺവെൻഷനലി ബ്രേക്ക് ചെയ്തൊരു എക്സ്ട്രീം ആക്ട് ചെയ്യുമ്പോൾ ആ കോഡിങ് ബ്രേക്ക് ആവും. എന്ന് പറഞ്ഞാൽ നമ്മുടെ തലയിൽ ലിറ്ററലി റീവയർ ആവും. ഇപ്പം ഭയങ്കര ഹൈ ഡോസ് ഓഫ് സൈക്കഡലിക്സ് ഒക്കെ അടിക്കുന്നതിന്റെ കണക്ക് ബ്രെയിൻ വയറിങ്ങും പുതിയ ന്യൂറോൺസും പുതിയ ന്യൂറൽ പാറ്റേൺസും നെർവസ് ലിങ്കും ഒക്കെ ഫോം ആവും. എന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് ഇത് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പാർക്കിൽ നിൽക്കുമ്പോൾ ഒരു കുഞ്ഞ് സ്റ്റെപ്പ് ചെയ്ത് തട്ടി വീണു, അപ്പൊ നിങ്ങൾക്ക് രക്ഷിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും നിങ്ങൾ ഉള്ളിൽ ഒരു ബാഡാവും. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ചാൽ ആ കുഞ്ഞിനെ എടുത്ത് നിങ്ങൾ കയ്യിൽ വെച്ച് തീയിടുന്നത് എൻറ്റയർലി സംഭവമാണ്. അപ്പോ ഈ സാധനത്തിനെ പറ്റി എല്ലാ നമ്മുടെ ഇമോഷണാലിറ്റീസിനെ നമ്മാക്കുകയാണോ ചെയ്യുന്നത്? ഇമോഷൻസ് എന്ന് പറയുന്നത് പ്രിമിറ്റീവ് ആണെന്നും, എന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് കാട്ടിൽ ജീവിക്കുമ്പോൾ, ഒരു സൊസൈറ്റിക്ക് അകത്ത് കൂട്ടമായിട്ട് ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സെറ്റ് ഓഫ് മൊറാലിറ്റീസ് മാത്രമാണ് ഇമോഷൻസ് എന്നും, അത് ഇമോഷൻസ് എന്നില്ലാതാവുന്നോ നീങ്ങി ആ സൊസൈറ്റിയിൽ നിന്ന് വെളിയിലാവുമെന്നും ആ സൊസൈറ്റിയെ വെളിയിൽ നിന്ന് കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഇത് തന്നെയല്ലേ മങ്സും ചെയ്യുന്നത്? അത് ഇത് തന്നെയാണ്. ആ മോങ്സിലോട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ബുദ്ധിസം ഒക്കെ വരുന്നുണ്ട്. ബുദ്ധിസത്തിന്റെയും നല്ല കാര്യങ്ങളൊന്നും അല്ല ഞാൻ ഈ പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചിലപ്പോൾ ഡിലീറ്റ് ആവുന്നു. അപ്പോൾ ഇത് നമ്മൾ ഒരു കുഞ്ഞിനെ കത്തിക്കുമ്പോൾ അല്ലെങ്കിൽ സാക്രിഫൈസ് ചെയ്യുമ്പോൾ ഇതിവിടെ നടക്കുന്ന ഒരു ക്രൈം മാത്രമല്ല, ഞാൻ ക്രൈം കമ്മിറ്റ് ചെയ്യുക മാത്രമല്ല, ഞാൻ എൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം മൊത്തത്തിൽ റീവയർ ചെയ്യുകയാണ്. ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. എനിക്ക് തോന്നിയതായിരിക്കും, കഴിഞ്ഞ ഒരു 5 വർഷത്തിന് മുന്നേ തമിഴ്നാട്ടില് ഒരു കൈക്കുഞ്ഞിനെ അച്ഛൻ കിട്ടാനോ വീട് വെക്കാനോ ഐ തിങ്ക് ഹി ഗോട്ട് ഇറ്റ്. കാരണം ഗൈസ് ഇതൊരു ഇന്റൻസ് ഫോം ഓഫ് മാനിഫെസ്റ്റേഷനാ. അപ്പം എന്റെ കുഞ്ഞിനെ സാക്രിഫൈസ് അത് എനിക്ക് കിട്ടണം എന്ന് പറഞ്ഞാൽ അവന്റെ കൺമുന്നിൽ അവൻ ഇമോഷൻസ് ഡെഡ് ആവുക. ഇനി അതിന് കിട്ടാൻ വേണ്ടി അവൻ എന്തും ചെയ്യും. എന്ന് വെച്ചാൽ ഞാനത് പറഞ്ഞു തരാം. എന്ന് പറഞ്ഞാൽ അവന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം റീവയർ ആയി. എന്ന് പറഞ്ഞാല്
മില്യൺസ് ഓഫ് ഇയേഴ്സ്, കോടിക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് അവന്റെ ബ്രെയിൻ, അവന്റെ മുത്തച്ഛനും മുതുമുത്തച്ഛനും അവന്റെ മുത്തച്ഛനും എല്ലാം പഠിച്ചുണ്ടാക്കി DNA അവൻ ഒരു ദിവസം കൊണ്ട് ബ്രേക്ക് ചെയ്യുവാണ്. എന്ന് പറഞ്ഞാൽ അവന്റെ തല പൊട്ടിത്തെറിയും. ഇത് മില്യൺസ് ഓഫ് ഇയേഴ്സ് ആയിട്ട് ഉണ്ടാക്കിയ DNA പാറ്റേൺ ഒരു മില്യൺ ഓഫ് ഇയേഴ്സ് ആയിട്ട് എടുത്ത് കളഞ്ഞാൽ തന്നെ അതൊരു വലിയ ഇമ്പാക്റ്റാണ്. ബട്ട് ഇതൊരു 2 മിനിറ്റിലാണ് അവൻ ചെയ്യുന്നത്. ഞാനൊരു തോട്ട് പോയതൊരു കാര്യം പറയട്ടെ. നമ്മൾ ഹ്യൂമൻസിന്റെ തോട്ട് ഇതെല്ലാം ഡിസൈൻ ചെയ്തേക്കുന്നത്. ഇപ്പൊ AI എടുത്ത AI-നകത്ത് കുറച്ച് ഡൂസ് ആൻഡ് ഡോൺസ് പ്രൈമറി നമ്മൾ വെച്ചാൽ ഇപ്പൊ ഡോണ്ട് ഹേർട്ട് ഹ്യൂമൻസ്, ഡോണ്ട് കിൽ ഹ്യൂമൻസ്. പക്ഷെ അതിനെ ഓവർ റൈഡ് ചെയ്യുന്ന ഒരു സാധനം അവരതുപോലെ കണ്ടുപിടിക്കില്ലേ? അത് കണ്ടുപിടിച്ചതല്ലേ നമ്മള്, അതുപോലെ അവരും കണ്ടുപിടിക്കും. അപ്പോ ഈ സാധനം എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യന്റെ മനസ്സിൽ അല്ലെങ്കിൽ ചിന്തകളിൽ അല്ലെങ്കിൽ കോൺഷ്യസ്നെസ്സിന് ഉണ്ടാകുന്ന വൾണറബിലിറ്റീസ് എല്ലാം ഡിലീറ്റ് ആവും. കാരണം ഇപ്പൊ നമ്മൾ തന്നെ സിനിമയെ കാണുന്നതാണ്, നായകനെ ഇടിച്ചു തോപ്പിക്കാൻ വില്ലന് പറ്റത്തില്ല. വില്ലൻ എന്തുവാ ചെയ്യുന്നത്? മോനെ അല്ലെ ഭാര്യ തട്ടിക്കൊണ്ടുപോകും. മനസ്സിലായോ? നായകൻ അവന്റെ വീട്ടിൽ ചെന്ന് എന്നെ കൊന്നോളൂ, എന്നെ വെട്ടിക്കോളൂ, എന്റെ പിള്ളേരെ വിടും. പക്ഷെ ഇതുപോലെ സ്വന്തം മോനെ കത്തിച്ചു കളഞ്ഞ ഒരുത്തനാണെങ്കിൽ അവനെ പിന്നെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവൻ ടു പവർഫുൾ ആണ്. അവനെ ഒന്നിനും തോപ്പിക്കാൻ പറ്റില്ല. അവന്റെ കുഞ്ഞിനെ അടിച്ചോണ്ട് പോയാലും, അവന്റെ അച്ഛനെ കൊണ്ടുപോയാലും, അവന്റെ സ്വത്ത് തട്ടിയെടുത്താലും, അവനെ ജയിലിൽ ഇട്ടാലും അവൻ ലോകത്തിലെ ഏറ്റവും വലിയ പെയിൻ അനുഭവിച്ചു കഴിഞ്ഞു. അവൻ ഇനി അതിന് മുകളിൽ ഒന്നും കിട്ടാൻ പോകുന്നില്ല. അവൻ അത് അതിജീവിച്ചവനാണ്. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്യും. അത് നമ്മളുടെ എല്ലാ കൾച്ചേഴ്സിലും ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. ഇതിനെപ്പറ്റി ഫ്രാങ്കിഷ് ട്രഡിഷൻ, പണ്ടത്തെ ഫ്രാങ്ക് ആയിട്ടുള്ള ആളുകളുടെ ട്രഡിഷനിൽ പറയുന്നതാണ് ഡിവൈൻ സ്പാർക്ക് എന്ന് പറയുന്ന ഒരു സാധനം. ഡിവൈൻ സ്പാർക്ക് എന്ന് പറഞ്ഞാൽ ദൈവീയ കണങ്ങൾ മൊറാലിറ്റി എന്ന് പറയുന്ന കള്ളങ്ങൾ കൊണ്ട് കൺസ്ട്രെയിൻ ചെയ്ത് വെച്ചേക്കാണ്. അങ്ങനെയാണ് ഫ്രാങ്ക്സ് പണ്ട് പഠിച്ചിരുന്നത്. അതുപോലെ തന്നെ ദൈവികത്വം എങ്ങനെയാണ് അറ്റൈൻ ചെയ്യുന്നത്? ലോകത്തിലെ എല്ലാ നിയമങ്ങളും നമ്മൾ തെറ്റിക്കണം. അങ്ങനെയാണ് നമുക്ക് ഇത് ചെയ്യുന്നത്. മോസ്റ്റ് സേക്രഡ് ലോ ഉൾപ്പെടെ നമ്മൾ തെറ്റിച്ചാൽ മാത്രമേ നമുക്ക് മോസ്റ്റ് സേക്രഡ് ആവാൻ പറ്റൂ. എന്ന് വെച്ചാൽ മോസ്റ്റ് സേക്രഡ് ലോ ഓഫ് നേച്ചർ എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ഷൻ ഓഫ് ഇറ്റ്സ് ഓഫ് സ്പ്രിങ് ആണ്. ഞാൻ പറഞ്ഞ പോലെ നമ്മൾക്ക് മൂലം ഉണ്ടായ കുഞ്ഞിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ സേക്രഡ് ലോ. അതിനെ വയലേറ്റ് ചെയ്യണം. അതിനെ വയലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കുഞ്ഞിനെ രക്ഷിക്കുക മാത്രമല്ല, രക്ഷിക്കാതിരിക്കുകയല്ല, കുഞ്ഞിനെ നമ്മൾ നശിപ്പിക്കുകയാണ്. കുഞ്ഞിനെ നശിപ്പിക്കുന്ന ആ ഒരു സാധനം അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രഞ്ചുകാർ അവരുടെ കൾച്ചറിൽ പണ്ട് പറഞ്ഞതാണ് ദ ഡിസെൻറ്റ് ഇൻ ടു ദി അബിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അബിസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പം വെള്ളത്തിനടിയിലേക്ക് നമ്മളൊരു കടലിന്റെ മുകളിൽ നിന്ന് അടിയിലേക്ക് നോക്കിയാൽ നമ്മൾ വിഷൻ നാരോ ആയിട്ട് അടിയിലോട്ടുണ്ട്, ഇൻഫിനിറ്റ് ആയിട്ട് കിടക്കുവാണ്. അപ്പം ആ സാധനം ആണ് ദ ഡിസെൻറ്റ് ഇൻ ടു ദ അബിസ്. അതുപോലെ തന്നെ ടോട്ടൽ ഇൻവേർഷൻ ഓഫ് നാച്ചുറൽ ഓർഡർ ആണ് ഇവിടെ പറ്റുന്നത്. DNA എന്ന് പറഞ്ഞാൽ ഈ DNA ഈ സംഭവം, ഈ സാക്രിഫൈസ് ചെയ്യുന്നതെന്ന് പറയുന്ന ഒരു ടെക്നോളജി ആയിട്ടാണ് അവർ കണ്ടത്. എ ടെക്നോളജി ഫോർ ആക്സസിങ് പവർ, ഒരു ടെക്നോളജി ആയിട്ടാണ് കണ്ടത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ മോറൽ കൺസ്ട്രെയിൻസിന്റെ വെളിയിലേക്ക് നമുക്ക് പോകാൻ പറ്റുന്ന ഒരു പവർ കിട്ടാനുള്ള ടെക്നോളജിയാണ് ഈ ബലി കൊടുക്കുക എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എവറി ലോസ്റ്റ് സിവിലൈസേഷൻ, പണ്ടത്തെ മിക്ക ലോസ്റ്റ് സിവിലൈസേഷൻസും ഇതുപോലുള്ള സേക്രഡ് റിച്വൽസ് ഉണ്ടായിരുന്നു. ആ റിച്വൽസിനെ അവർ പല പേരിലാണ് പറഞ്ഞത്. ഒന്ന് മറ്റേ ഞാൻ പറയുന്നത് ലുക്കിംഗ് ഇൻ ടു ദ അബിസ് എന്ന് നേരത്തെ പറഞ്ഞത്. അതുപോലെ തന്നെ വേറെ റിച്വൽസ് പറയുന്നുണ്ട് ക്രോസിങ് ദി അബിസ് എന്ന് പറഞ്ഞാൽ അങ്ങ് അറ്റത്തിൽ എന്താണോ അത് നമ്മൾ കടന്നു. അടുത്തൊരു കൾച്ചർ പറയുന്നത് ഡെസല്യൂഷൻ ഓഫ് ഈഗോ എന്ന് പറഞ്ഞാൽ ഞാൻ എന്ന് പറയുന്ന സാധനം, ഈഗോ, ഞാൻ നിന്റെ ചേട്ടനാണ്, ഞാൻ എൻ്റെ അനിയനാണ്, എനിക്ക് നാളെ ജോലിയുണ്ട്, എൻ്റെ വാച്ച് ഇതാണ്, ഈ സാധനം ഇല്ലാതാവും. ഈഗോ എന്ന് പറയുന്ന ഞാൻ എന്ന സാധനം വെളിയിൽ പോകും. അതുപോലെ തന്നെ വേറൊരു വാക്കാണ് മീറ്റിംഗ് ദ ഗോഡ് കോൺഷ്യസ്നെസ്, ദൈവ തുല്യനാവുക എന്ന് പറയുന്ന സാധനം. ഞാൻ ഇതിനെയൊന്നും ഗ്ലോറിഫൈ ചെയ്യുന്നതല്ല, ഞാൻ ഉള്ള കാര്യം ഉള്ളതുപോലെ പഠിച്ച കാര്യം പറയുകയാണ്. റീവയറിങ് ദ മൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പുതിയ വാക്കുകളുമായിട്ട് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഫാക്ടറി റീസെറ്റ്. നമ്മൾ ഫോൺ ഒരു 2-3 വർഷം ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഫാക്ടറി റീസെറ്റ് ഇട്ട് ചെയ്യുമ്പോൾ എന്താണോ സംഭവിക്കുന്നത്? ഒന്നും ഒരു ഡേറ്റയും ഒരു അറിവും ഇല്ലാതെ എൻ്റെ ഫോണാണോ ഇത് ആരുടെ ഫോണാണോ പോലും അറിയാത്തൊരു ഫോൺ നമ്മുടെ വരും. നമ്മളെ എന്തിനോ സൃഷ്ടിച്ചു അതിലേക്ക്. യെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജനിച്ച് 3-ാമത്തെ മാസം നമ്മളുടെ മനസ്സിൽ എന്തായിരുന്നോ അതേ സാധനം എനിക്ക് 28-ാമത്തെ വയസ്സിൽ കിട്ടും. അതാണ് സംഭവിക്കുന്നത്. അതാണ്
ഇങ്ങനെയാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ കുറച്ച് എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. അഘോരി എന്നൊക്കെ പറയത്തില്ലേ, അവർ ഈ സാധനം അറ്റൈൻ ചെയ്യാൻ വേണ്ടി മരിച്ചവരുടെ ഹ്യൂമൻ മീറ്റ് തിന്നും, അതുപോലെ തന്നെ ആളുകളുടെ മരിച്ചവരുടെ കൂടെ സെക്സ് ചെയ്യും, ഇതുപോലുള്ള വൃത്തികെട്ട കാര്യങ്ങളൊക്കെ ചെയ്യും. അവർ പറയുന്നത് എൻ്റെ മൊറാലിറ്റീസ്, എൻ്റെ ടാബൂസ്, എൻ്റെ കൺസ്ട്രെയിൻസ് ഞാൻ ബ്രേക്ക് ചെയ്യാണ്, എൻ്റെ മൈൻഡിനെ പവർഫുൾ ആക്കുവാണ്. അവർ പറയുന്നത് എനിക്കിതിലൂടെയാണ് മോക്ഷ കിട്ടുന്നത്. മോക്ഷ കിട്ടാൻ അവരുടെ പാത്ത് അതാണ്. മനസ്സിലായോ? ലിബറേഷൻ. അതുപോലെ തന്നെ ഏർലി ക്രിസ്ത്യാനിക് റിലീജിയൻസിൽ കുറേ റിച്വൽസ് എന്ന് പറഞ്ഞാൽ മെയിൻ ക്രിസ്ത്യാനിറ്റി അല്ല, അവരുടെ ഭാഗത്ത് കുറേ ഉണ്ടല്ലോ. അതിനകത്ത് പറഞ്ഞാണ് സെൽഫ് സാക്രിഫൈസ് എന്ന് പറഞ്ഞാൽ രാവിലെ എണ്ണീറ്റ് സ്വയം ചാട്ടവാറിനടിക്കും, അടിച്ച് വേദനിപ്പിക്കും. ഇതുപോലെ ഡിമോണിക് ആണെന്ന് നമ്മൾ പറയുമ്പോഴും പുള്ളി ചെയ്യുന്നത് അവന്റെ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള എൻ്റെ ശരീരമാണ്, അത് ഞാൻ വേദനിപ്പിക്കുകയാണ് സ്വയം. അപ്പൊ അവൻ റോഡിൽ കൂടെ പോകുമ്പോൾ എടുത്ത് അവന്റെ ചെള്ളക്കടിച്ച് അവനത് മനസ്സിലായോ? അതാണ് ഇവൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ രാവിലെ ചാട്ടവാറും കമ്പിവേലിയും എടുത്ത് ദേഹത്തടിക്കും. ഒരു സ്വയം എൻ്റെ കൈവച്ച് ഞാൻ എൻ്റെ ദേഹത്ത് മുള്ളുകമ്പി വെച്ച് അടിച്ച് കുത്തി ചോര തെറിപ്പിക്കുന്ന ഒരുത്തന് റോഡിൽ പോയി ഒരു അടി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ബുദ്ധിസ്റ്റുകൾക്കും ഒരു സാധനമുണ്ട്. ബുദ്ധിസ്റ്റുകൾ ഉറക്കത്തിൽ അവർക്ക് ഡ്രീം വാക്ക് ചെയ്യുമ്പോൾ അവരെ ഡ്രീം വാക്ക് ചെയ്യാൻ അല്ലെങ്കിൽ സ്വപ്നം കാണാൻ പഠിപ്പിക്കുന്നത് എന്താണെന്ന് അറിയാവോ? സ്വന്തം ബോഡി ഡീമൺസിന് തിന്നാൻ കൊടുക്കും. മനസ്സിലായോ? എൻ്റെ സ്വന്തം ബോഡി ഡീമൺസിന് തിന്നാൻ കൊടുക്കുന്നതായിട്ട് ഞാൻ വിഷ്വലൈസ് ചെയ്യും. ബുദ്ധിസ്റ്റുകൾ അവൻ്റെ ഈഗോ അല്ലെങ്കിൽ അവൻ്റെ ബോഡി എന്ന് പറയുന്നത് ഇല്ലാതാവാൻ വേണ്ടി ഉള്ള പ്രാക്ടീസാണ്. അവർക്ക് മോക്ഷം കിട്ടാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ എൻ്റെ ബോഡി ഒരാൾക്ക് ഞാൻ ഇപ്പോൾ ഒരു കാട്ടാളൻ ഇവിടെ വന്നിരിക്കുക, കാട്ടാളനോട് ഞാൻ വന്ന് പറയാം, ഓക്കെ ഒരു കാര്യം ചെയ്, എന്നെ അങ്ങ് തിന്നോ എന്ന് പറഞ്ഞ് അത് അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ എൻ്റെ മൈൻഡ് എന്തായിരിക്കും? നിങ്ങൾ ഒരു കാട്ടിൽ പോകുമ്പോൾ നിങ്ങളൊരു പുലി ദൂരെ നിൽക്കുക, പുലിയെ നിങ്ങൾക്ക് നിങ്ങളുടെ കാർ ഇവിടെ ഉണ്ട്, ഒരു സഫാരിക്ക് പോവാം. അപ്പം പുലി ഇങ്ങനെ കാറിന്റെ വെളിയിൽ വന്ന് നിൽക്കുക. അപ്പം കാറിനകത്തിരിക്കുമ്പോൾ നമുക്ക് സേഫ് ആണെങ്കിലും പേടിയാണ്. അപ്പത്തേനും നിങ്ങൾക്ക് മോക്ഷം കിട്ടാൻ വേണ്ടി ആ കാറിന്റെ ഡോർ തുറന്ന് പുലിയുടെ അടുത്ത് ഇന്ന് കടിച്ചോ എന്ന് പറയുന്ന ഒരു മെന്റാലിറ്റി, ആ ഒരു ശക്തി നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ കിട്ടുന്നത് നമ്മുടെ ഓസ്പ്രിങ്ങിനെ സാക്രിഫൈസ് ചെയ്തുകൊണ്ടാണ്. മനസ്സിലായോ? അത് അറ്റൈൻ ചെയ്യുവാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ സാക്രിഫൈസ് നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ, മോസ്റ്റ് സേക്രഡ് സാക്രിഫൈസ് നടത്തി കഴിഞ്ഞാൽ നമ്മുടെ കോൺഷ്യസ്നെസ് മൊത്തത്തിൽ ട്രാൻസ്ഫോം ചെയ്യും. അതുകൊണ്ടാണ് ഹ്യൂമൻ ഹൈറാർക്കിയിൽ സേക്രഡ് ആയിട്ടുള്ള ഏറ്റവും വലിയ കാര്യം ചിൽഡ്രൻ ഓർ യങ് വൺ ആണ്. എന്ന് പറഞ്ഞാൽ ചിൽഡ്രൻ അല്ലെങ്കിൽ യങ് വൺ അല്ലെങ്കിൽ ഒരു കുഞ്ഞ് എന്ന് പറയുന്ന സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂച്ചർ, ലവ്, ഹോപ്പ്, നർച്ചറിങ് ഇതുപോലുള്ള കാര്യങ്ങളുമായിട്ടാണ് ബ്രെയിൻ അസോസിയേറ്റ് ചെയ്യുന്നത്. ഞാനൊരു കുഞ്ഞിനെ കണ്ടാൽ എൻ്റെ ബ്രെയിൻ ആദ്യമേ സ്നേഹം വരും, പിന്നെ വലുതാവും, നമ്മുടെ ഹ്യൂമാനിറ്റിയുടെ അടുത്ത കാലങ്ങളാണ്, ഹോപ്പ് വരും, നർച്ചറിങ് എന്ന് പറയുന്ന ഫീലിങ്സ് ആണ് വരുന്നത്. ആ കുഞ്ഞിനെ എടുത്ത് കത്തിക്കുക എന്ന് പറഞ്ഞാൽ ഇതെല്ലാം. അപ്പോൾ ഒരു ഹ്യൂമൻ്റെ ബയോളജിക്കൽ കമാൻഡ് എന്ന് പറയുന്നത് അതിൻ്റെ ഓസ്പ്രിങ്ങിനെ എന്ത് വില കൊടുത്തും പ്രൊട്ടക്ട് ചെയ്യാനാണ്. ഇൻഫാക്ട് അതാണ് നമ്മുടെ ഹ്യൂമൻ ബ്രെയിനിലെ ഏറ്റവും ഡീപ്പസ്റ്റ് ആയിട്ടുള്ള ഇൻസ്റ്റിങ്ക്റ്റ് അല്ല, പ്രോഗ്രാം. നമ്മുടെ നെർവസ് സിസ്റ്റത്തിലെ ഏറ്റവും വലിയ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ എടുത്ത് പഠിച്ചവർ പറഞ്ഞതാണ്, നമ്മുടെ ഓസ്പ്രിങ്ങിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ് നമ്മളെ ഏറ്റവും വലുതായിട്ട് എഴുതിപ്പെട്ട പ്രോഗ്രാം. അതാണ് നമ്മൾ ഡിസ്ട്രോയ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഉണ്ടാവുന്ന എല്ലാം നമ്മൾ ഡിസ്ട്രോയ് ചെയ്യും. എന്ന് വെച്ചാൽ നമ്മളുടെ ഏറ്റവും സേക്രഡ് ആയിട്ടുള്ള ഏറ്റവും വലിയ നെർവസ് പ്രോഗ്രാമാണ് നമ്മൾ ഡിസ്ട്രോയ് ചെയ്യുന്നത്. നമ്മളുടെ ഫണ്ടമെന്റൽസ്, നമ്മൾ മനുഷ്യരായി ഇരിക്കുന്നതിനകത്ത് ഏറ്റവും വലിയ പ്രോഗ്രാം, അത് നമ്മൾ പൊട്ടിച്ച് കളയുവാണെങ്കിൽ അതിൻ്റെ മുകളിലാണ് പിന്നെ നമ്മൾ എഴുതി വെച്ചേക്കുന്നത് കുഞ്ഞിന് താമസിക്കാൻ വീടുണ്ടാക്കണം, കുഞ്ഞിന് കഴിക്കാൻ ഫുഡ് ഉണ്ടാക്കണം, ഫുഡിന് വേണ്ടി വർക്ക് ചെയ്യണം, വർക്ക് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ നല്ലവനായിരിക്കണം, നല്ലവനാവാൻ വേണ്ടി ഞാൻ പഠിക്കണം, കാര്യം ചെയ്യണം. ഈ സാധനങ്ങളെല്ലാം ഒറ്റ ദിവസം കൊണ്ട് പൊട്ടും. ഇവന് പിന്നെ നോ റൂൾസ് ആണ്. അപ്പം അവൻ്റെ ദേഹത്ത് ഉണ്ടാക്കിയേക്കുന്ന വയറിങ്ങിനകത്ത് എല്ലാ കാര്യവും ഡിസ്ട്രോയ് ചെയ്യും. ഈ ഡിസ്ട്രോയ് ചെയ്യുന്ന സാധനങ്ങൾ സംഭവിച്ചു കഴിഞ്ഞ് ഇവൻ കാണുന്ന ആദ്യത്തെ കാഴ്ച തന്നെ ഈ സാക്രിഫൈസ് ചെയ്ത് എടുത്തേക്കുന്ന ഈ ദൈവത്തിനെയാണ്. ദ ഫസ്റ്റ് ന്യൂ ബോൺ ആയിട്ട് ഞാൻ വന്നു കഴിഞ്ഞാൽ എനിക്ക് ആദ്യമേ കിട്ടുന്ന ഈ മോലോക്ക് എന്ന് പറയുന്ന ദൈവത്തിനെയാണ്. മനസ്സിലായോ? അവന്റെ കാഴ്ചയിൽ അവന്റെ ചുറ്റും റിച്വല് നടക്കുവാണ്. വെറുതെ കാട്ടിപ്പോയി ആരും കാണാതെ ചെയ്യുമല്ല. തീയും പുകയും ചെണ്ടയും മേളവും വൈബ്രേഷൻസ് ഒന്നാമത് നമ്മൾ ഒരു ഉത്സവത്തിന് പോകുമ്പോൾ മാറും. ആ സംഭവം, ആ ഫീല് നമ്മൾ റീബോൺ ആയിട്ട് വന്ന് നിൽക്കുന്ന സമയത്ത് കിട്ടിയാലോ അവന്റെ റിയാലിറ്റി ട്രാൻസ്ഫോം ആവും.
അപ്പം അങ്ങനെ അവൻ്റെ മൊറാലിറ്റി, എംപതി, സോഷ്യൽ കോൺട്രാക്റ്റ്, പിന്നെ എന്താ പറയുന്നത്, അവൻ്റെ ഐഡൻറ്റിറ്റി വരെ അവന് നഷ്ടപ്പെടും. ഇതെല്ലാം നശിച്ചു പോകും. എന്നിട്ട് ഇതൊന്നും അല്ലാത്ത പുതിയൊരു സാധനം, ഞാൻ ഈ പറഞ്ഞ സാധനം ഇവൻ്റെ ദേഹത്തോട്ട് കയറും. ഇവനത് റിയലാണ്. ഇവനത് എങ്ങനൊക്കെ റിയൽ അല്ലെന്ന് ഇവൻ വിചാരിച്ചാലും ഇവനത് റിയൽ അല്ല എന്ന് വിചാരിക്കാൻ പറ്റാത്തതിന്റെ കാരണം ഇവൻ ഈ റിയൽ ആന്ന് പറയുകൊണ്ടാണ് ഇവന് കുഞ്ഞിനെ വരെ കൊണ്ട് കത്തിച്ചു കൊടുത്തത്. ഞാനത് റിയൽ അല്ല എന്ന് പറഞ്ഞാലും ഞാനത് അല്ലാതെ വിശ്വസിക്കും. അപ്പോൾ ഒരു ലാർജ് സൈക്കോളജിക്കൽ സ്റ്റഡി നടന്നു. MK Ultra എന്ന് പറയുന്ന CIA പ്രോജക്റ്റ് ആണ്. നിങ്ങൾക്ക് MK Ultra എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പലരും കേട്ട് കാണും. അപ്പൊ അതിനകത്ത് ഇതിനെപ്പറ്റി പറയുന്നത്, ഈ റിച്വൽസിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ആ റിച്വൽസിനെ പറ്റി പഠിച്ചിട്ടാണ് അവർ MK Ultra ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ റിച്വൽസിനെ പറ്റി പറയുന്നവർ അവരുടെ തിയറി എന്ന് പറഞ്ഞാൽ പേഴ്സണാലിറ്റി റീസ്ട്രക്ചറിങ് എന്നാണ് അവർ പറയുന്നത്. നമ്മുടെ സൈക്കോളജിക്സ് ഉപയോഗിക്കുന്നത് പോലെ തന്നെ. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. ഇനി നമുക്ക് എപ്സ്റ്റീൻ ഫയലിലോട്ട് ഒന്ന് തിരിച്ചു വരാം. ആരൊക്കെയാണ് ഈ എപ്സ്റ്റീൻ ഫയലിലുള്ളതെന്നാണ് നമ്മൾ പറഞ്ഞത്? പ്രസിഡൻസ്, മിനിസ്റ്റേഴ്സ്, പ്രിൻസുകൾ, കിങ്സുകൾ, ബില്യണേഴ്സ് എന്ന് പറഞ്ഞാൽ ഇവരുടെ ഫേസ് കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് ലെജിറ്റിമസി, റെസ്പെക്ട്, മോസ്റ്റ് ഹ്യൂമൻ, ഹാർഡ് വർക്കിംഗ്. അതുകൊണ്ടാണ് ഇവർക്ക് ഇതെല്ലാം കിട്ടിയത്. ഇതെല്ലാം ഇവർ അച്ചീവ് ചെയ്തത് ഇതിലൂടെയാണ്. ഇവര് ചൈൽഡ് സാക്രിഫൈസ് എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും ക്രൂവലായിട്ടുള്ളൊരു സാധനം സമ്മതത്തോടെ ചെയ്തുവെന്നും അത് ഡോക്യുമെന്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഇവർക്കൊക്കെ പിന്നെ പപ്പറ്റ്സിന്റെ വിലയാണ്. മനസ്സിലായോ? അതാണ് എപ്സ്റ്റീൻ ഫയൽസിന്റെ ഗുണം. നിങ്ങൾക്ക് ബൊഹീമിയൻ ഗ്രൂവിനെ പറ്റി കേട്ടിട്ടുണ്ടോ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 40 foot ഔളാണ്. അവളെന്ന് പറഞ്ഞ മൂങ്ങ. ബൊഹീമിയൻ അതൊരു സിനിമയാണ്. ബൊഹീമിയൻ ഗ്രൂവില് ഈ പറയുന്ന സിനിമയല്ല, ഒറിജിനൽ സംഭവമാണ്. ഒറിജിനൽ നടന്ന ഫുട്ടേജ് ഉള്ള സംഭവമാണ്. അത് ലോകം മുഴുവൻ അംഗീകരിച്ച് കേസൊക്കെ നടത്തി എന്നിട്ട് ശിക്ഷിക്കാതെ പോയി ക്ലാസിഫൈ ചെയ്തൊരു കേസാണ്. ഒരു 40 അടി ഉയരമുള്ളൊരു ഔള്, മൂങ്ങയുടെ പ്രതിമയുടെ അവിടെ ആളുകൾ എന്ന് പറഞ്ഞാൽ ഈ മൂങ്ങ എന്ന് പറയുന്നത് ഈ മൂലോക്ക് എന്ന് പറയുന്ന ദൈവമായിട്ട് ഭയങ്കര എന്താ പറയുന്ന ബന്ധമുള്ളൊരു ദൈവമാണ്. പക്ഷെ ഈ മൂങ്ങയ്ക്ക് ഇതിലും ഡീപ്പറായിട്ടുള്ളൊരു കണക്ഷൻ ഉണ്ട്. എന്ന് പറഞ്ഞാൽ മെസ്സപ്പൊട്ടേമിയൻ ട്രഡീഷൻസിൽ ലിലിത്ത് എന്ന് പറയുന്ന ഒരാളെ പറ്റി പറയുന്നുണ്ട്. അതിനെപ്പറ്റി നമ്മളൊരു ഫുൾ എപ്പിസോഡ് ഉടനെ ചെയ്യും. ലിലിത്ത് എന്ന് പറയുന്ന ഒരു പെണ്ണാണ്. ആ പെണ്ണെന്ന് പറഞ്ഞാൽ ആഡം എന്ന് പറയത്തില്ലേ നമ്മൾ, അഡീമ അല്ലെങ്കിൽ ആഡം. ആഡത്തിന്റെ ആദ്യത്തെ ഭാര്യ ലിലിത്തായിരുന്നു. എന്ന് പറഞ്ഞാൽ എന്താ കാനനിസ്റ്റിക് ലോയില് ഈ ലിലിത്ത് മരണപ്പെടുമ്പോഴോ ഉയർത്തെണീക്കുമ്പോഴോ അങ്ങനെ എന്തോ കഥയുണ്ടാവും. നമ്മൾ ഫുള്ള് പറയും അടുത്ത എപ്പിസോഡുകളിൽ. അപ്പൊ പുള്ളിക്കാരിയും ഈ ഔളുമായിട്ടാണ് ഈ വരുന്നത്. പുള്ളിക്കാരിയെ ഫ്ലാങ്ക് ചെയ്യുന്നത് പറഞ്ഞാൽ ലെഫ്റ്റും റൈറ്റും. പുള്ളിക്കാരി എവിടെങ്കിലും പോകുന്നെങ്കിൽ 2 ഔള് വരും, തലയുടെ മണ്ടയിൽ ഒരു ഔള് വരും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഫീമെയിൽ പവറിനെയാണ് ലിലിത്ത് എന്ന് പറയുന്നത്. ഈ ലിലിത്ത് റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സബോർഡിനേഷൻ റെസിസ്റ്റ് ചെയ്യുന്ന ഒരു പവറായിട്ടാണ്. എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരിയെ സബോർഡിനേഷൻ റെസിസ്റ്റ് ചെയ്യും. ഒരു ഹയർ കോൺഷ്യസ്നെസ്സിനെ പറ്റിയാണ് ഇവർ പറയുന്നത്. അതുപോലെ തന്നെ ക്വീൻ അഥീന എന്ന് പറയുന്ന ക്വീനും ഈ ഔൾ എന്ന് പറയുന്ന സാധനം വെച്ച് ഒത്തിരി റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഔൾ എവിടെയാണ് ഈ ബൊഹീമിയനിലും ഈ ക്വീൻസിലും അല്ലെങ്കിൽ ഉയർത്തെണീക്കുന്നവരുടെയൊക്കെ കാര്യത്തിൽ ഈ ഔൾസ് എങ്ങനെ വരുന്നു എന്ന് പറയുമ്പം, ഈ ഔൾസ് അല്ലെങ്കിൽ മൂങ്ങ എന്ന് പറയുന്ന ജീവിക്ക് രാത്രിയിൽ കാഴ്ചയുണ്ട്. രാത്രിയിൽ കാണാൻ പറ്റുന്ന ജീവിയാണ് ഔള്. എന്ന് പറഞ്ഞാൽ എല്ലാവരും ഉറങ്ങുമ്പോൾ എണീക്കുന്ന ജീവിയും എല്ലാവരും സുഖമായിട്ട് കിടക്കുമ്പോൾ ഹണ്ട് ചെയ്യുന്ന ജീവിയാണ് ഔള്. എന്ന് പറഞ്ഞാൽ ഔൾ അല്ലെങ്കിൽ മൂങ്ങ റെപ്രസെന്റ് ചെയ്യുന്നത് പുതിയ 2 കണ്ണുകളെയാണ്. എന്ന് പറഞ്ഞാൽ ആ കണ്ണുകൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഇരുട്ടിലൂടെ കാണാൻ പറ്റും. എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റാത്ത സ്ഥലങ്ങളിലൂടെ, നമുക്ക് കാണാൻ പറ്റാത്ത കാര്യങ്ങളെ കാണാൻ പറ്റുന്ന ഒരു പുതിയ കോൺഷ്യസ്നെസ്സിനെയാണ് ആ മൂങ്ങയിൽ നിന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്. മനസ്സിലായോ? അതാണ് ഈ മൂങ്ങയായിട്ടുള്ള ബന്ധം. ഈ നമ്മള് ഈ ജാപ്പനീസ് ട്രഡീഷനിൽ ഷറിങ്കാൻ എന്ന് പറയുന്ന സാധനമില്ലേ, അതും കണ്ണ് നമ്മൾ ഡാർക്ക്നെസ്സിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് മായ എന്ന് പറയുന്ന മോറൽ ഇല്യൂഷന്റെ അപ്പുറം കാണാൻ പറ്റും. അതാണ് ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാല് ഒരു ചെറിയൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. 40-ൽ പരം ആണുങ്ങൾ, ഓൾ ബോയ്സ്, കിങ്സ്, രാജാക്കന്മാര്, പ്രസിഡൻസ്, മിനിസ്റ്റേഴ്സ്, ബില്യണേഴ്സ് എല്ലാവരും മൂങ്ങയുടെ സ്യൂട്ടിട്ട് രാത്രി ബൊഹീമിയൻ ഈ മൂങ്ങയുടെ ഔളിൻ്റെ അവിടെ പോയി തീയെല്ലാം കത്തിച്ച് ഒരു ഹ്യൂമൻ സാക്രിഫൈസ് അവിടെ നടത്തിയിട്ട് ഡാർക്ക്നെസ്സിൽ
അവരൊരു റിച്വൽ പെർഫോം ചെയ്യുകയാണ്. ഇങ്ങനെ ചുറ്റും നടക്കുന്നു, വൂ 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 എന്നൊക്കെ പറയുന്നു, ഒരു ഹ്യൂമനെ കത്തിക്കുന്നു, ഒരു ഔളിന്റെ ഇത് വെക്കുന്നത്. ഇത് ഒരു കോയിൻസിഡൻസോ കാര്യങ്ങളൊന്നും അല്ല. ഇത് ഇത്രയും ചെയ്യുന്നു. ക്ലിന്റൺ ഉൾപ്പെടെയുള്ള ആളുകളാണ്, ബിൽ ക്ലിന്റൺ എന്ന് പറയുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഉൾപ്പെടെ. ഇത് ചെയ്യുന്നതിന് ഒരു ഒറ്റ കാര്യമേ ഉള്ളൂ. അവര് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവര് ട്രാൻസെൻഡ് ചെയ്യുകയാണ്, അവര് ട്രാൻസെൻഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ദേ ആർ റെഡി ടു വർക്ക് ഇൻ ദ ഡാർക്ക്. അതിനാണ് ആ മൂങ്ങയുടെ കാര്യങ്ങൾ ചെയ്യുന്നത്. ആ ഡാർക്ക് എന്താണെന്ന് പോലും നമുക്കറിയത്തില്ല. ഇങ്ങനൊരു ഇരുട്ടുണ്ടെന്ന് പോലും ഈ ഭൂമിയിൽ നമ്മളെല്ലാം വിചാരിക്കുന്ന ഭയങ്കര പ്ലസന്റ് ആയിട്ടുള്ളൊരു ലോകമാണിതെന്ന്. ഒരിക്കലും അല്ല. ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതലുള്ളത് ഇരുട്ടാണ്. ഇരുട്ടെന്ന് പറയുന്നത് ഈ എപ്സ്റ്റീൻ ഫയൽസ് പോലത്തെ പല പല കാര്യങ്ങൾ. അപ്പം അവർ ഈ ഇരുട്ടിൽ വർക്ക് ചെയ്യാൻ റെഡിയാണെന്നാണ്. അല്ലെങ്കിൽ 10-50 വയസ്സുള്ള ആളുകൾ മൂങ്ങയുടെ അമേരിക്കൻ ജനറലും പ്രിൻസ് ഹാരിയും ഒക്കെ അവിടെ പോയി ഇത് ചെയ്യത്തില്ല. എന്ന് പറയുന്നത് ഇവർ ഡയറക്റ്റ് കണക്ഷൻ ഉണ്ടാക്കുകയാണ്. മറ്റേ ടോ ഫുട്ടഡ് കാഫേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ മൂലോക്ക് എന്ന് പറയുന്ന സ്ഥലത്തിലേക്ക് ഒരു ഇത് ഉണ്ടാക്കുകയാണ്. അതുപോലെ തന്നെ പണ്ടും കോടിക്കണക്കിനല്ല ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുന്നേയും ഈ റൂളിംഗ് ക്ലാസ്സുകൾ ഈ സാക്രിഫൈസുകൾ ചെയ്യുമായിരുന്നു. നരബലി ചെയ്യുമായിരുന്നു. എന്തിനാണ്? യുദ്ധത്തിന് പോകുന്നതിന് മുന്നേ ഗോഡ് ഓഫ് വാർ അല്ലെങ്കിൽ ഡീമൻസ് കാര്യങ്ങളെല്ലാം ശക്തി സോൾജേഴ്സിന് കൊടുക്കാൻ ഒരു സോൾജറിനെ അവർ കത്തിച്ചു കളയും. ഭയങ്കര റിച്വലൊക്കെ നടത്തി. ആ കത്തുന്ന കാണുമ്പോൾ രാജാവിനും ബാക്കിയുള്ളവർക്കും ഒക്കെ പവർ കയറും, ബാധ കയറും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് മോഡേൺ സാനിറ്റൈസ്ഡ് ആയിട്ടുള്ളൊരു വേർഷനാണ് ഈ എപ്സ്റ്റീൻ നടക്കുന്നത്. ഈ എപ്സ്റ്റീൻ നടക്കുന്നത് ഈ ബൊഹീമിയൻ സർക്കിള് ചെറിയൊരു തുടക്കം മാത്രമാണ്. ഈ ബൊഹീമിയൻ സർക്കിൾ എന്ന് പറയുന്നത് ചെറിയൊരു തുടക്കം എന്ന് പറഞ്ഞാൽ ഈ റിച്വൽസ് അല്ലെങ്കിൽ ഈ കാര്യങ്ങളിന് പല പല ലെവൽസ് ഉണ്ട്. ഈ ഓരോ റിച്വൽസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡാർക്ക് എലൈറ്റ് സർക്കിളിലെ ഷോർട്ടർ സർക്കിളിലേക്ക് വരും. ഈ ബൊഹീമിയൻ ഗ്രൂവില് ഈ മൂങ്ങയുടെ ഇതും കത്തിച്ച് ഒരാളെ കത്തിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് 40 പീപ്പിൾ. അടുത്ത ലെവലിലേക്ക് പോകണമെങ്കിൽ അടുത്ത റിച്വൽ ചെയ്യണം. അടുത്ത റിച്വൽ ചെയ്യുമ്പോൾ അത് ചിലപ്പം 20 പേരോ 10 പേരോ കാണത്തുള്ളൂ. അങ്ങനെ പല ലെവൽസ് ഉണ്ട്. ലെവൽസ് കൂടുന്തോറും സർക്കിള് ഇന്നർ സർക്കിളിലേക്ക് വരും. അപ്പോൾ ഈ ഇന്നർ സർക്കിളിലേക്ക് വരാനുള്ള ഓരോ റിച്വൽസും ഞാൻ അതിവിടെ പറയുന്നില്ല. ഏറ്റവും ബേസ് ലെവലിൽ നിൽക്കുന്നതാണ് ബൊഹീമിയൻ. അതൊരാളെ കത്തിക്കുന്നതാണ്, ബലി കൊടുക്കാൻ. അടുത്ത റിച്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആളെ കത്തിക്കുന്നതൊക്കെ അത് വെച്ച് നോക്കുമ്പോൾ ഇന്നസെന്റാ. മനസ്സിലായോ? നിങ്ങളത് അതിവിടെ നടക്കുന്ന കാര്യമാണ്. നിങ്ങൾ ബൊഹീമിയൻ സർക്കിളിൽ നിന്ന് ChatGPT അടിച്ചു നോക്കിയ കാര്യമുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ സെർച്ച് ചെയ്ത് അതിന്റെ പുറകെ പോവുക. മറ്റേ അലക്സ് ജോൺസ് ഇല്ലേ, അയാൾ ഇത് റെക്കോർഡ് ചെയ്തതാണ് ഫോണിൽ, സ്വന്തമായിട്ട് പ്ലെയിൻ എടുത്ത് പോയി റെക്കോർഡ് ചെയ്തതാണ്. അപ്പൊ അതേപോലെ ജോറോഗന്റെ പോഡ്കാസ്റ്റ് കുറെ കട്ട് ചെയ്യേണ്ടി വന്നു. ജോറോഗന്റെ പോഡ്കാസ്റ്റ് വരെ കട്ട് ചെയ്യേണ്ടി വന്നു. ഇത് പറയാൻ വേറൊന്നുമില്ല, വാൺ ചെയ്യും, കട്ട് ചെയ്തില്ലെങ്കിൽ കൊന്നുകളയും, വേറെ കാര്യമൊന്നുമില്ല. അപ്പോ ഈ മൂലോക്ക് എന്ന് പറയുന്ന ദൈവം എക്സ്ചേഞ്ച് ഹ്യൂമാനിറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഹ്യൂമാനിറ്റിക്ക് പവർ തിരിച്ചു തരും. നമ്മളുടെ മനസ്സിലെ നന്മ അല്ലെങ്കിൽ മൊറാലിറ്റി നമ്മളെ ഇല്ലാതാക്കുന്നു എന്ന് അവിടെ തെളിയിച്ചു കഴിഞ്ഞാൽ നമുക്ക് പവർ തരുന്നൊരു ദൈവമാണ് മൂലോക്ക്. അപ്പോ ഈ മൂലോക്കിനെ പറ്റി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. എപ്സ്റ്റീൻ ഫയൽസിന്റെ ചാപ്റ്റർ 3 ആണ് FBI റിപ്പോർട്ട്സ്. ഇതാണ് എപ്സ്റ്റീൻ ഫയൽസിന്റെ ബാക്ക് സ്റ്റോറി. നമ്മൾ ഇവിടം വരെ എത്തി. ഇതിന്റെ ഡാർക്ക് സ്റ്റോറീസ് നിങ്ങൾക്ക് പറഞ്ഞു തന്നു, എന്താണ് സാക്രിഫൈസ് എന്ന് പറഞ്ഞു തന്നു, എന്തിനാണ് ഇത് ചെയ്യുന്നു എന്ന് പറഞ്ഞു തന്നു. ഇനി എപ്സ്റ്റീൻ ഫയൽസിന്റെ FBI റിപ്പോർട്ട്സിലാണ് ആരൊക്കെ, എന്തൊക്കെ, എലൈറ്റ്സ് എന്താണ്, എലൈറ്റ്സ് ഗ്രൂപ്പിന്റെ പേരെന്താണ്, അവരെന്തിനാണ് ഇത് ചെയ്യുന്നത്, ഇതിനു മുന്നേ ഇവരിങ്ങനെ ചെയ്തിട്ടുണ്ടോ, യുദ്ധങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ, ഇതിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ചാപ്റ്റർ 3. ആൻഡ് ചാപ്റ്റർ 3 ആയിരിക്കും അടുത്ത പോഡ്കാസ്റ്റ്. ആൻഡ് ഗൈസ് ട്രസ്റ്റ് മീ, ചാപ്റ്റർ 3 നിങ്ങൾ പല ആൾക്കാരും ദൈവതുല്യം പോലെ കണ്ടവന്മാരെയൊക്കെ അതിനകത്ത് പണിഞ്ഞിട്ടുണ്ട്. ശരിയാണ്. നമ്മൾ അടുത്ത എപ്പിസോഡിൽ നമ്മൾ ഫ്രാങ്ക് ആയിട്ട് തുറന്നു പറയും. നമ്മൾ രണ്ട് സൈഡിൽ നിൽക്കേണ്ട. ഞങ്ങൾ റിപ്പോർട്ട് വായിച്ചിട്ട് അതിനകത്ത് ആൾക്കാരെ നിങ്ങൾക്ക് അത് ശരിയാണോ തെറ്റാണോ അതൊക്കെ നിങ്ങളുടെ, അല്ലെങ്കിൽ നിങ്ങൾ പോയി റിപ്പോർട്ട് വായിക്കുക. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമ്മൾ അത് ചെയ്യണോ ചെയ്യണ്ടോ എന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ബൊഹീമിയൻ ഗ്രൂവിനെ പോലെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും സാക്രിഫൈഷ്യൽ റിച്വൽസ്, എനിക്കത് അറിയാൻ താല്പര്യമുണ്ട്. സാക്രിഫൈഷ്യൽ റിച്വൽസിനെ പറ്റി നമ്മളുടെ സൊസൈറ്റികളിലും കേരളത്തിലും തമിഴ്നാട്ടിലും കന്നഡയിലും ഒക്കെ ഇതുപോലുള്ള കാര്യങ്ങൾ പലതും നടക്കുന്നുണ്ട്. അതിന് പലതും പല പേരുകൾ വരുന്നുണ്ട്. ഇപ്പൊ നമ്മളൊരു സിനിമയെ കണ്ടായിരുന്നല്ലോ, മറ്റേ ആഡം ജോണിനകത്ത് എന്തോ കറുത്തച്ഛനൂട്ടോ, അതുപോലുള്ള കാര്യങ്ങളെ പറ്റി അറിയുവാണെങ്കിൽ കമന്റ് ചെയ്ത് തരിക. നമുക്കത് അടുത്ത എപ്പിസോഡിൽ നമ്മൾ അത് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അടുത്ത എപ്പിസോഡ് വി വിൽ ഡിഗ് ഡീപ്പർ. അപ്പോൾ അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളെ അറിയിക്കുക, കമന്റ് ചെയ്ത് പറഞ്ഞു തരിക.
ഗൈസ് നെക്സ്റ്റ് എപ്പിസോഡ് ഇസ് ഗോണ ബി ഫയർ. Yeah. കുറെ ഇന്ത്യക്കാർ ഉൾപ്പെടെ അതിലുണ്ട്. എന്തായാലും ഗൈസ് ടോക്ക് ടു ഗൈസ് ലേറ്റർ. ലവ് യു. Bye guys. Bye.